അല്ലയോ? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന CBTയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് പ്രൊഫഷണൽ എബിലിറ്റി 50 മാർക്കിനും പ്രൊഫഷണൽ എബിലിറ്റി 50 മാർക്ക്, ജനറൽ അവയർനെസ് 15 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15 മാർക്ക്, മാത്തമെറ്റിക്സ് 10 മാർക്ക്, ജനറൽ സയൻസ് 10 മാർക്ക്. അങ്ങനെ ടോട്ടലായിട്ട് 100 മാർക്കിനാണ് നമ്മുടെ എക്സാം ഉള്ളത്. 100 മാർക്കിനാണ് നമ്മുടെ എക്സാം. ആ 100 മാർക്ക് എക്സാം എഴുതുമ്പോൾ അതിൽ PSC നിങ്ങൾ എഴുതുന്നത് പോലെ തന്നെ 1/3 ആയിട്ട്, അതായത് 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 ചോദ്യത്തിന് 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോവുക എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും. വെറുതെ ചാടിക്കയറി എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് അടിച്ചു പോവും. ഓക്കെ, പിന്നെ അതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെലക്ഷൻ രീതിയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര പെർസെൻറ്റേജ് ഓരോ കാറ്റഗറിയും മാർക്ക് വാങ്ങണമെന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൊഫഷണൽ എബിലിറ്റി നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. 50 മാർക്ക്. ഓക്കെ, ജനറൽ അവയർനെസ് അത് നന്നായിട്ടെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അത് വർക്കൗട്ട് ചെയ്യുക. പുതിയ ആൾക്കാരും കാണും, ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവർ കാണും, പഠിച്ചുകൊണ്ടിരുന്നിട്ട് പഠനം നിർത്തിയിട്ട് വേറെ മേഖലയിലേക്ക് പോയിട്ട് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഇതിലേക്ക് വന്നവരുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും നോക്കണം നന്നായിട്ട്. ജനറൽ ഇന്റലിജൻസ്, മാത്തമെറ്റിക്സ് അതും അതുപോലെ തന്നെയാണ്. റീസണിങ്ങിനും, അതായത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് 15 മാർക്കാണ്. 15 മാർക്കാണ് എന്നോട് ചേർത്തിട്ട്. മാത്തമെറ്റിക്സിന് 10, ജനറൽ സയൻസിന് 10. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലെവലിലായിരിക്കും നമ്മുടെ ക്ലാസ് ഇനിയുള്ള നെക്സ്റ്റ് ഉള്ള അവസരങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അതില് പ്രൈമറി റെയിൽവേ ടീച്ചർ എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്. പ്രൊഫഷണൽ എബിലിറ്റിക്ക് മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ ലേണർ, അണ്ടർസ്റ്റാൻഡ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, നമ്മുടെ പെഡഗോജിയിൽ പഠിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ, റോൾ ഓഫ് ദ ടീച്ചറും ദ റോൾ ഓഫ് ദ ലേണറും അങ്ങനെയൊക്കെ വരുന്ന കുറെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റിംഗ് കണ്ടക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, അതും ഈ കാര്യങ്ങൾ തന്നെയാണ്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, എന്നാൽ സോഷ്യോളജിയുമായിട്ട് കയറി വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് സ്കൂൾ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ്, അതും സൈക്കോളജി മാത്രമല്ല, ദാറ്റ് ഇസ് മെത്തഡോളജി ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഒരു ഏരിയയും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയും മിക്സ് ചെയ്യാനുള്ള കാര്യമാണ്. ലീഡർ ആസ് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നത് പെർസ്പെക്റ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റോൾ ഓഫ് സ്കൂൾ ഇൻ അച്ചീവിംഗ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, NEP 2020. ഓക്കെ, അപ്പൊ NEPയുടെ ബേസിക് ഒക്കെ 2000 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മുടെ ചാനലിൽ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. അതിനെപ്പറ്റി ഒരുതയുള്ള എല്ലാ കാര്യങ്ങളും LPUP ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ അങ്ങനെയുള്ള നിങ്ങള് LP-UPക്ക് നിങ്ങൾ വർക്ക് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് PRTക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ PRT സിലബസ് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനകം അപ്ലോഡ് ആയി കാണും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരും. അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യത്തിലും എന്ത് പഠിക്കുന്നുള്ളത്. രണ്ടാമതായിട്ട് എല്ലാ TGTക്കാരും എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റുകാരും പഠിക്കേണ്ട ഏരിയ, എല്ലാവരും PDF ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അന്ന് ഞാൻ തന്നിരിക്കുന്നതും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ്. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച്, സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, എഡ്യൂക്കേഷൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, സൈക്കോളജി ഓഫ് ലേണർ ആൻഡ് ടീച്ചിങ്. നിങ്ങൾ കൂടുതലും പഠിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം മാത്രമായിരിക്കും. ഈ ഒരു ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ കൂടെ പഠിച്ചുള്ളത്. അതായത് 13 ക്വസ്റ്റ്യൻ മുതൽ 18 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്ന, 13 മുതൽ 18 മാർക്ക് വരെ ചോദിക്കുന്ന ആ ഒരു ഏരിയ, 13 മുതൽ 18 മാർക്ക് വരെ ചോദിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ഉള്ള ഈ ഒരു ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവുക. കൂടുതലായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ മുകളിലോട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ അധികം നോക്കിയിട്ടുണ്ടാവത്തില്ല. ഇവിടെ നിങ്ങൾ വരുന്ന മീനിങ് സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, റിലേഷൻഷിപ്പ്. ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ?
ഓക്കെ ഇല്ലേ? ഞാൻ വെറുതെ പറഞ്ഞു പോവുകയാണോ? ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? ബോർഡ് കാണുന്നില്ലേ? ബോർഡ് അവൈലബിൾ അല്ലേ? ഓക്കെ. ആദ്യമായിട്ട് കുറെ നാള് പഠനം നിർത്തിവെച്ചിട്ട് ആദ്യമായിട്ട് ക്ലാസ് ഇരിക്കുന്നവര്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ഈ പറയുമ്പോൾ ഇയാൾ എന്തോ കിടന്ന് എന്ത് തേങ്ങയാ പറയുന്നെന്ന് ചിന്തിക്കും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഒരാഴ്ച ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരും കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ ഈ സാധനം. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും, ഇത്രയൊക്കെ ഭീകരമാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. അത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരും. ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ അത് ഇതിലേക്ക് വരും. നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയി മാറിക്കോളും കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നിങ്ങൾ ഇതെന്താണ്, ഇതെങ്ങനെ പഠിക്കും, ഇത് ഏത് രീതി പഠിക്കും എന്നൊക്കെയുള്ള ചിന്ത വേണ്ട. ഒന്നുമില്ല ഇതിലൊന്നും ഒന്നുമില്ല. ഞാൻ 1-2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഇതിനെ പറഞ്ഞുതരാം ഞാനത്. ഓക്കെ. അപ്പൊ മീനിങ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, റിലേഷൻഷിപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി, പ്രോസസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ പഠിച്ച ശേഷം പഠിക്കുന്ന ഒരു കാര്യമാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് അല്ലേ? പഠിച്ചിട്ടില്ലേ? വളർച്ചയും വികാസവും എന്നും പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? എപ്പോഴും റെയിൽവേ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വളർച്ചയും വികാസവും എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ഡെവലപ്മെന്റിനെ കുറിച്ചും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നും അവിടെ പഠിക്കുന്ന തിയറീസ്, നമ്മുടെ ഹെറിഡിറ്റിയെ കുറിച്ച്, പാരമ്പര്യത്തെ കുറിച്ച്, അവിടെയുള്ള തിയറിയെ കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് മെന്റലിന്റെ തിയറി ഉണ്ട്, അതുപോലെ തന്നെ വൈസ്മാന്റെ തിയറി ഉണ്ട്, ഗാൽട്ടൺ തിയറി ഉണ്ട്, ചാൾസ് ഡാർവിന്റെ തിയറി ഉണ്ട്, ലാമാർക്കിന്റെ തിയറി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ചെറിയ തിയറികൾ, ഗൊദ്ദാർത്തും ഫ്രാൻസിസ് ഗാൾട്ടനും അതുപോലെ തന്നെ ഷീസിംഗറും ന്യൂമാനും സ്കോഡക്കും ഇങ്ങനെയുള്ളവരുടെയൊക്കെ തിയറി, ഇതെല്ലാം കൂടെ ചേർത്താണ് ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഉറപ്പായിട്ടും പഠിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇന്റലിജൻസ് ആണ്. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് BEdനോ അല്ലെങ്കിൽ LP UPക്കോ പഠിച്ചതുപോലെ കിടന്ന് ഭീകരമായ രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സൈക്കോളജി ആൻഡ് ലേണർ ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നത് ഒൺലി എഡ്യൂക്കേഷൻ സൈക്കോളജിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സൈക്കോളജിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക്, സൈക്കോളജി എന്ന് പറയുന്ന ഏരിയയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സൈക്കോളജീനെ അപ്ലൈഡ് സൈക്കോളജി എന്നും, അതായത് സൈക്കോളജി നിങ്ങൾ 2 രീതിയിൽ സൈക്കോളജി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്യൂർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി. അതിൽ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട് അല്ലേ? ആ പ്രയുക്ത മീൻസ് മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നായിരിക്കും. അതായത് കേവല മനഃശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് കേവല മനഃശാസ്ത്രത്തെയാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. പ്യുവർ സൈക്കോളജി കേട്ടിട്ടുണ്ടോ? കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജി ആണെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ പ്യുവർ സൈക്കോളജിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. അവിടെ വരുന്ന ചൈൽഡ് സൈക്കോളജിയാണ് PRTക്കാർക്ക് പഠിക്കാനുള്ളത്. അതായത് പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്ന ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രമാണ് കൂടുതലായിട്ട് PRTക്കാർ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ താരതമ്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, മീൻസ് നമ്മുടെ മെസ്മറിസത്തെ കുറിച്ച് പഠിക്കുന്ന അതീന്ദ്രിയമായിട്ടുള്ള മനഃശാസ്ത്രം, ഉപബോധ മനഃശാസ്ത്രം, അതുപോലെ മനോമിതി, ഇങ്ങനെ പോകുന്ന ഏരിയ ഉണ്ട് കേവല മനഃശാസ്ത്രത്തില്. അപ്പൊ അവിടെയുള്ള ഈ ചൈൽഡ് സൈക്കോളജി മാത്രം നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളും നോക്കണ്ട. ഇനി രണ്ടാമത്തെ സൈക്കോളജിയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്ലൈഡ് സൈക്കോളജി എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ നമ്മൾ പറയും പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയും. പ്രയുക്ത മനഃശാസ്ത്രത്തില് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്, നൈദാനികമായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, ക്രിമിനൽ സൈക്കോളജി ഉണ്ട്, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്, പിന്നെ സൈനിക മനഃശാസ്ത്രമുണ്ട്. അപ്പൊ അതില് അപ്ലൈഡ് സൈക്കോളജിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഓൺലി ദ എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചാണ്. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്നും ആ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള കുറച്ച്, ഇപ്പം സ്കിന്നറിന്റെയോ പീലിന്റെയോ ക്രോയുടെയോ ഒക്കെ കുറെ ഡെഫിനിഷനുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്കൂൾസ് ഓഫ് സൈക്കോളജി, മനഃശാസ്ത്ര വിഭാഗങ്ങൾ, അതായത് സ്ട്രക്ചറലിസം,
ഫങ്ഷണലിസം, ബിഹേവിയറിസം, ജസ്റ്റാൾട്ട് സൈക്കോളജി, സൈക്കോ അനാലിസിസ്, ഇങ്ങനെ പറഞ്ഞു പോകുന്ന മീൻസ് ഘടനാവാദമെന്നും ധർമ്മവാദമെന്നും വ്യവഹാരവാദമെന്നും സാമഗ്ര്യവാദമെന്നും മാനസിക അപഗ്രഥനമെന്നൊക്കെ നിങ്ങൾ പഠിച്ചു പോകുന്ന, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് അപ്രോച്ച് എന്നും പറഞ്ഞ് പഠിച്ചു പോകുന്ന വൈജ്ഞാനിക സമീപനമെന്ന്, അല്ലെങ്കിൽ ഹോർമിക് സൈക്കോളജി പ്രയോജന മനഃശാസ്ത്രമെന്ന്, അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് മാനവിക സമീപനമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന മാനസിക അപഗ്രഥനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ന്യൂറോബയോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന, അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി രണ്ടാമതായിട്ടുള്ളത് ആ സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു എക്സ്ട്രാ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാം. ഇന്റലിജൻസ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ, അതായത് ബുദ്ധി എന്ന് പറയുന്ന ഒരു ഏരിയ ഏറ്റവും കൂടുതലുള്ള ഏരിയയാണ്. ബുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കണം. ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ടർ തിയറീസിനെ കുറിച്ച് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടർ തിയറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ നിങ്ങൾ അതിനെന്താ വിളിക്കും? ഫാക്ടർ തിയറീസിനെ മലയാളത്തിൽ പഠിച്ചവർ പറയട്ടെ, മലയാളത്തിൽ എന്ത് വിളിക്കും? വെരി ഗുഡ്, ഘടക സിദ്ധാന്തത്തെ കുറിച്ച്. അതുപോലെ തന്നെ ഇന്റലിജൻസിൽ തന്നെ വരുന്ന കൊഗ്നിറ്റീവ് തിയറീസിനെ കുറിച്ച്, അല്ലെങ്കിൽ വൈജ്ഞാനിക സിദ്ധാന്തത്തെ കുറിച്ച്, അത്രയുമാണ് അവിടെ പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ മീൻസ് ഈ കൊഗ്നിറ്റീവ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ തന്നെ ഫാക്ടർ തിയറീസ്, ഘടക സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കുന്നു. രണ്ട് തരത്തില് ഫാക്ടർ തിയറീസ് എന്ന് പറയുന്നത്, അതായത് ഘടക സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും, ഘടക സിദ്ധാന്തം, ഫാക്ടർ തിയറീസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തം, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് തിയറീസ്, വൈജ്ഞാനിക സിദ്ധാന്തം. അതിൽ ഫാക്ടർ തിയറീസിൽ ഇപ്പൊ യൂണിറ്ററി തിയറി, അല്ലെങ്കിൽ മൊണാർക്കിക് തിയറി, ഏക ഘടക സിദ്ധാന്തം, മെന്റൽ ഫാക്കൽറ്റി തിയറി, അല്ലെങ്കിൽ മനോഘടക സിദ്ധാന്തം, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി, അല്ലെങ്കിൽ മീൻസ് അനാർക്കിക് തിയറി എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ബഹുഘടക സിദ്ധാന്തം, പിന്നെ ടു ഫാക്ടർ തിയറി, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ടു ഫാക്ടർ തിയറിയാണ് ചോദിച്ചത്. ടു ഫാക്ടർ തിയറിയിൽ നമ്മൾ രണ്ട് ഘടകങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലേ? ടു ഫാക്ടർ തിയറിയിൽ ഏതാണ്ട് കഴിഞ്ഞ തവണ ചോദിച്ച ടു ഫാക്ടർ തിയറിയാണ്. എന്താണ്? ജി ഫാക്ടറും എസ് ഫാക്ടറും, അത് തന്നെ. ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടർ, ജി ഫാക്ടറും എസ് ഫാക്ടറും. അതിൽ ആ ജി ഫാക്ടറിനെ കുറിച്ച് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ടു ഫാക്ടർ തിയറി ചാൾസ് പിയമാന്റെ, പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കണം, ത്രിമുഖ സിദ്ധാന്തത്തെ കുറിച്ച് പഠിക്കണം, ഗിൽഫോർഡിന്റെ. അവിടെ വരുമ്പോഴത്തേക്ക് ആ ത്രിമുഖ സിദ്ധാന്തത്തില് അതായത് അവിടെ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഘടകങ്ങളുണ്ട്. അതായത് 3 സെപ്പറേറ്റ് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. അതായത് അതായത് ഓപ്പറേഷൻസ്, കോണ്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, ഇല്ലേ? അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻസ്, കോണ്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് എന്നുള്ള രീതിയിൽ. എന്താണ് ഓപ്പറേഷൻസ് മീൻസ് മാനസിക പ്രക്രിയകളാണ്. അതായത് ഇവാലുവേഷൻ, കൺവെർജന്റ്, ഡൈവർജന്റ്, മെമ്മറി, കോഗ്നിഷൻ, അതായത് മൂല്യനിർണ്ണയം എന്നും. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ മൂല്യനിർണ്ണയം, അല്ലെ? കൺവെർജന്റ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളത്തിൽ സംവ്രജന ചിന്ത എന്ന് പറയുന്നത്. ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവർജന ചിന്ത എന്ന് പറയുന്നത്. മെമ്മറി മീൻസ് ഓർമ്മ എന്ന് പറയുന്നത്. കോഗ്നിഷൻ മീൻസ് വൈജ്ഞാനികം. അതാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോണ്ടൻസ് എന്ന് പറയുന്നത് വ്യവഹാരങ്ങള്, ബിഹേവിയറൽ ആയിട്ടുള്ള കോണ്ടൻസുകള്, സെമാൻറ്റിക് ആയിട്ടുള്ള കോണ്ടൻസ്, അർത്ഥതലങ്ങളിലൂടെ പോകുന്നത്. അതുപോലെ സിംബോളിക് ആയിട്ടുള്ളത്, സിംബോളിക് മീൻസ് പ്രതീകാത്മകമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡിറ്ററി ആയിട്ടുള്ളത്, ശ്രാവ്യമായിട്ടുള്ളത്. അതുപോലെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്, രൂപകാത്മകമായിട്ടുള്ള, അതാണ് കോണ്ടൻസിൽ വരുന്നത്. പിന്നെ പ്രോഡക്ട്സിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും ഇംപ്ലിക്കേഷൻസ് മീൻസ് സൂചനകള്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻസ്, പരിണിതമായിട്ടുള്ള രൂപങ്ങള്, സിസ്റ്റംസ്, സംഹിതകൾ എന്ന് പറയുന്നത്. അതുപോലെ റിലേഷൻസ്, ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ക്ലാസസ്, പല വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. യൂണിറ്റ്സ്, അതല്ലെങ്കിൽ ഏകകങ്ങൾ, അളവുകൾ എന്ന് പറയുന്നത്.
ഇന്ന് പല ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ തവണ അല്ലേ. അതായത് ത്രിമുഖ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഗിൽഫോർഡിന്റെ മാതൃകയിൽ കോണ്ടൻസ് എന്നുള്ള ഏരിയയിൽ വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്രയും തിയറീസ് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കൊഗ്നിറ്റീവ് തിയറീസിൽ വരുമ്പോഴത്തേക്ക് ടു ക്ലസ്റ്റർ തിയറി ഉണ്ട്. അതായത് ബുദ്ധി വിഭജന സിദ്ധാന്തം എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ആരുടെയാണ് ബുദ്ധി വിഭജന സിദ്ധാന്തം? ടു ക്ലസ്റ്റർ തിയറി, ടു ഫാക്ടർ തിയറി അല്ല. ടു ഫാക്ടർ തിയറി സ്പെയർമാൻ്റെത്. ടു ക്ലസ്റ്റർ തിയറി എന്ന് പറഞ്ഞാൽ ആരുടെ ഉണ്ട്? റൈമൺ കാറ്റൽ അല്ലെ. റൈമൺ കാറ്റലിന്റെ ടു ക്ലസ്റ്റർ തിയറി പഠിക്കണം. അവിടെ നമ്മൾ ജി എഫ് എന്നും പറഞ്ഞാൽ പഠിക്കുന്നില്ലേ, ജി എഫ് ആൻഡ് അത് തന്നെ. ഓക്കെ, വെരി ഗുഡ്. ക്രിസ്റ്റലൈസിന് നമ്മൾ എന്ത് പറയുന്നത്? ഖരബുദ്ധി അല്ലെങ്കിൽ ജി സി അല്ലെ. ജി സി എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഖരബുദ്ധി എന്നും, ജി എഫ് എന്ന് പറയുന്നത് എന്താണ്? ദ്രവബുദ്ധി അല്ലെ, ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ദ്രവബുദ്ധി, അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അത് നോക്കണം. അതുപോലെ തന്നെ പിന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് അല്ല, ത്രിമുഖ സിദ്ധാന്തമല്ല, ഗിൽഫോർഡിന്റെതല്ല, ബഹുതര ബുദ്ധി. ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് നിങ്ങൾ എവിടെ പഠിക്കുമ്പോഴും അത് RRB ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, KVS ആയിക്കോട്ടെ, ഏകലവ്യ ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, ടെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, ഇവൻ HSST ആയിക്കോട്ടെ, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇന്റലിജൻസിൽ സൈക്കോളജിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്റർവ്യൂവിന് LP UP ഒക്കെ ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലെ. ഏറ്റവും കൂടുതൽ പേരോട് ചോദിക്കുന്ന ഒരു പാർട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്കഷൻ വരുന്നത് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ, നിങ്ങൾ HSCയുടെയോ ഏതിന്റെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ബഹുതര ബുദ്ധി സിദ്ധാന്തം നിങ്ങൾ പഠിക്കുന്ന തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആരുടെയാണത്? അതാണ്ട് സർ ഗാർണറിന്റെ വെരി ഗുഡ്. ഗാർണർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അതായത് ലോജിക്കൽ ആയിട്ടുള്ള ഇന്റലിജൻസ്, വിഷ്വൽ ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ അല്ലെങ്കിൽ കൈനസ്റ്റിക് ഉള്ള, ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള, നാച്ചുറിസ്റ്റിക് ആയിട്ടുള്ള, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, ലോജിക്കൽ ആയിട്ടുള്ള ആ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഭാഗം. അവിടെ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പല രീതിയിലും, അത് തിയറി ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഏത് പരീക്ഷ വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാതെ പോകത്തില്ല. ഇപ്പൊ സ്പേഷ്യൽ ഇന്റലിജൻസിനെ പറ്റി, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, അതായത് സ്പേഷ്യൽ മീൻസ് ദാർശനികമായിട്ടുള്ള, ദർശനമായിട്ടുള്ള, നമ്മുടെ മീൻസ് വിഷ്വൽ ആയിട്ടുള്ള ഇന്റലിജൻസ്, ദാറ്റ് ഈസ് സ്പേഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷ്വൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, നമ്മുടെ വാചികമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. ആ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഗാർണറിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കും. അവിടെ ഭാഷാപരം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരിലേക്ക് പോകും? ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരിലേക്കാണ് പോകുന്നത്? ലിംഗ്വിസ്റ്റിക് നിങ്ങൾക്ക് പെട്ടെന്ന് വേറൊരാളിലേക്ക് പോകും. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കേൾക്കുമ്പോഴത്തേക്ക് വേറൊരാളും കൂടെ പോകും. അവിടെ ഭാഷാപരം എന്ന് കേൾക്കുമ്പോൾ ആരിലേക്ക് പോകും? ആരിലേക്കാണ്? നോം ചോംസ്കിയിലേക്കും കൂടി പോകും. ലാഡ് അല്ലേ? ലാഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അവിടെയും കൂടി നമ്മളത് കോറിലേറ്റ് ചെയ്യും ലാഡുമായിട്ട്. ലാഡെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താണ് ലാഡ്? ആദ്യം കേട്ടിട്ടില്ലാത്തവര് ആദ്യമായിട്ട് കേൾക്കുന്നവര് ഞാൻ ഈ ലാഡെന്നൊക്കെ പറയുമ്പോ എന്തോ വലിയ സംഭവം. ഒന്നുമില്ല ലാഡെന്ന് പറയുന്നത്. എന്താണ്? ലിസണിങ് എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അത് എന്തൊക്കെയാണെന്നാ ചോദിച്ചത് ഞാൻ. LAD. എൽ എന്താണ്? ലിസണിങ്, കേക്കുക. എന്താ? സ്പീക്ക്. LSRW, ലാഡ്. LSRW ഉണ്ട്, ലാഡ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നോം ചോംസ്കിയുടെ കാര്യത്തിലേക്കും പോകും. നമ്മൾ ഇവിടെ ഈ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകും. പിന്നെ വരുന്നത് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഇന്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ഇന്റലിജൻസ്, യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള ബുദ്ധി. അവിടെ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അവിടെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ട് പൂജ്യം എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 0 എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളത്.
ഐഡിയ സീറോ, പൂജ്യം എന്ന് പറയുന്ന ആശയം ഒരു കുട്ടിയിലേക്ക് ഡേറ്റ് എഴുതുമ്പോൾ 02 2 2000 എന്നെഴുതി ഒരു സംഖ്യയുടെ ഫ്രണ്ടിൽ 0 ഇടുന്നു, അല്ലെങ്കിൽ പൂജ്യം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് നിങ്ങളെ കുട്ടിയിലേക്ക് പൂജ്യം എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് നിങ്ങളെ കുട്ടിയിലേക്ക് കൊടുക്കുന്നത്? അത് ഇന്റർവ്യൂവിനും ചോദിക്കും, തിയറി ആയിട്ടും ചോദിക്കും. എങ്ങനെ കൊടുക്കും നമുക്ക് പൂജ്യം എന്ന് പറയുന്ന ആശയത്തെ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട്? എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള വേ എന്താണ്? ഒരു ചെറിയ കുട്ടിയെ പൂജ്യം എന്ന് പറയുന്ന ആശയം ആ കുട്ടിയിലേക്ക് കൊണ്ടുവരിക. എന്താണ് പൂജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ വിത്ത് പൂജ്യം? 0 എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? സർക്കുലർ ഒബ്ജക്റ്റ് കാണിക്കാം. ഓക്കെ, അല്ല, പൂജ്യം എന്ന് പറയുന്ന ആശയം മൊത്തത്തിൽ കൊണ്ടുവരണം. നത്തിങ്. എന്താണ് 0? നത്തിങ്, പൂജ്യം, ഒന്നുമില്ല, ആബ്സെന്റ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യിക്കുക? ഏറ്റവും കൂടുതൽ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യം എന്താ? എന്ത് കാണിച്ചുകൊണ്ട്? എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്നതുമാണ്, ഒരു ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പൂജ്യം എന്ന് പറയുന്ന ഐഡിയ കുട്ടിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് കൊണ്ടുവരാം? എന്ത് കൊടുക്കാം കുട്ടിക്ക്? അത് പറഞ്ഞാൽ മതി. ഓക്കെ, മെറ്റീരിയലോ എന്തോ ആയിക്കോട്ടെ, എന്താണ് നമ്മൾ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ടത്? അപ്പോഴ് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? കുട്ടിക്ക് എന്ത് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാം? അത് തന്നെ, എന്ത് ആക്ടിവിറ്റി അല്ലേ? ഇല്ലടേ, ആക്ടിവിറ്റി. അത് തന്നെയാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മെത്തേഡ് അല്ലേ? ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, ഇല്ലയോ? പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്ന 2, 3, 4 അവരെ എണ്ണം നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പർ അവർക്കറിയാം. പെട്ടെന്ന് തന്നെ അവരെ ഫ്രണ്ട് ഇരിക്കുന്ന ഒന്നില് വളയോ, പെൺകുട്ടികളാണെങ്കിൽ വള വാങ്ങിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇരിക്കുന്ന പേന വാങ്ങിക്കാം, എന്ത് വേണം വാങ്ങിച്ചിട്ട് മേശപ്പുറത്തോട്ട് വെക്കുക. 1 ഒരു വള, 2 വള, 3 വള വെച്ചു അല്ലെ? അതില് 1 എഴുതി, ഒരു വള അല്ലെ, രണ്ടാമത്തെ വള, 3 വളയല്ല, എന്തോ ആയിക്കോട്ടെ, പെന്നായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മേശയിലേക്ക് വെക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓരോ കുട്ടികളെ വിളിച്ചിട്ട് ആദ്യം ഒന്നാമത്തെ വള എടുക്കാൻ പറയുക, അവളെ എടുത്തോണ്ട് പോവും. പിന്നെ ബാക്കി 2 ഉള്ളൂ. രണ്ടാമതൊരു കുട്ടിയെ വിളിക്കുക, ബാക്കിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കുട്ടിയെ വിളിക്കുക, രണ്ടാമത്തെ വളയോ പേന അയാൾ എടുത്തോണ്ട് പോവും. മൂന്നാമതൊരു കുട്ടിയെ വിളിക്കുക, ഇടയിൽ നിന്നിട്ട് ആ വളയും അല്ലെങ്കിൽ ആ പെന്നും വന്ന് അയാൾ എടുത്തോണ്ട് പോവും അല്ലേ? എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. അപ്പൊ ചോദിക്കണം കുട്ടികളോട് അങ്ങോട്ട്, ഇനിയിപ്പോ ഈ മേശയിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ കുട്ടികൾ പറയും, എന്തെന്ന് പറയും? ഇല്ല എന്ന് പറയും, ഇല്ലേ? ഇനി വളയുണ്ടോ? ഇല്ല. ഇനി പെണ്ണുണ്ടോ? ഇല്ല. മുമ്പ് ഇവിടെ എത്ര ഉണ്ടായിരുന്നു? കുട്ടികൾ പറയും 3. ഇപ്പൊ ഉണ്ടോ? ഇല്ല. കുട്ടി പറയും ഇല്ല ടീച്ചറെ, ഇല്ല. ആ ഇല്ലയാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നോ, നത്തിങ്, നെവർ, ദാറ്റ് ഈസ് 0. അതിനെയാണ് കുട്ടികളെ നമ്മൾ പറയുന്നത് 0. അത് എഴുതുന്ന ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വരയ്ക്കുന്നതാണ് 0. ദാറ്റ് ഈസ് നത്തിങ്, നിൽ, ഇല്ല, ദാറ്റ് ഈസ് 0. ഇതേപോലെ ഇഷ്ടം പോലെയുണ്ട് ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കാനായിട്ട്, എഴുതിയും പല രീതിയിൽ പഠിപ്പിക്കുക. അപ്പൊ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ്. അപ്പൊ അത് വരുന്നത് നമ്മൾ ഗണിതപരമായ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കൈനസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ്, ചാലകപരമായ ബുദ്ധി. അതുപോലെ തന്നെ റിതമിക് ആയിട്ടുള്ള ഇന്റലിജൻസ്, സംഗീതാത്മകമായ താളാത്മകമായ ബുദ്ധി, ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ഇന്റലിജൻസ്, വ്യക്തി ആന്തര ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ആന്തരിക വൈയക്തിക ബുദ്ധിയുണ്ട്, ഇന്റർപേഴ്സണലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധി. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധിയുണ്ട്, പ്രകൃതിപരമായ ബുദ്ധി. അതുപോലെ എക്സിസ്റ്റൻഷ്യൽ ബുദ്ധിയുണ്ട്, മീൻസ് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. അതെ, നിലനിൽപ്പ് പരമായിട്ടുള്ള ബുദ്ധി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഈ പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യം വളരെ വളരെ മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ള കാര്യം നിങ്ങളിവിടെ പഠിക്കും. ബുദ്ധിമാപനത്തെ കുറിച്ച് ആൽബർട്ട് ബീനയെ കുറിച്ച് അല്ലെ? ആൽബർട്ട് ബീനയുടെ ബുദ്ധിമാപനത്തെ കുറിച്ച്, ബെന്നറ്റ് സൈമനെ കുറിച്ച്, വില്യം സ്റ്റെയിനെ കുറിച്ച്, ലൂയി ടെർമാനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അവിടെ ലൂയി ടെർമാന്റെ ബുദ്ധി നിലവാരവുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ? നമ്മുടെ ബുദ്ധിയെ 2 രീതിയിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇഡിയറ്റ്, ഇംബിസൽ, മോറോൺ, ഡൾ, ആവറേജ്, സുപ്പീരിയർ ആൻഡ് ജീനിയസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ടെർമാൻ അതിനെ കറക്റ്റ് ആയിട്ട്, അതായത് ഈ നമ്മളെ മന്ദബുദ്ധികൾ എന്ന് പറയുന്ന
മന്ദബുദ്ധികൾ നമ്മൾ വിളിക്കുന്ന ഡൾ എന്ന് പറയുന്ന കാറ്റഗറിയെ അദ്ദേഹം വീണ്ടും മോറോൺസും ഇംബിസലിന്നും ഇഡിയറ്റ്സ് എന്നും വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വേറൊരു പേരിട്ട് അതിന്റെ മുകളിലോട്ടുള്ള ഒരു 70ക്ക് മുകളിലേക്കുള്ള ഫീബിൾ മൈൻഡഡ്, ബ്രോഡർ ലൈന്, ഡള്ള്, ആവറേജ്, സുപ്പീരിയർ, വെരി സുപ്പീരിയർ, ജീനിയസ് എന്ന് പറഞ്ഞ ആ ഒരു വർഗീകരണം ഉണ്ട്. അപ്പൊ അത് അവിടെ നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് ആ ഭാഗം നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ചോദിക്കുന്നത് ബുദ്ധിഭാവനവുമായിട്ട് ബന്ധപ്പെട്ട് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, അതായത് പീറ്റേഴ്സൺ പെർഫോമൻസ് ടെസ്റ്റ്, അങ്ങനെ പോകുന്ന ഭാട്ടിയ പെർഫോമൻസ് ടെസ്റ്റ്, വെബിസ്, വൈസ്, അങ്ങനെ പോകുന്ന കുറെ ടെസ്റ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ബഹുതര ബുദ്ധി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അവിടെ എക്സെപ്ഷണൽ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്, അല്ലെ, അസാമാന്യ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലേ ഇല്ലടെ? ആരാണ് ഈ അസാമാന്യ കുട്ടികൾ? എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ആരാണ് ആ എക്സെപ്ഷണൽ ചിൽഡ്രൻ? ഏത് വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ കാര്യമാണ്, ഏത് സയന്റിസ്റ്റിന്റെ കാര്യമാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്? അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികളെ കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു വരുത്തി നമ്മുടെ സിറിൽ ബർട്ട് അല്ലേ? ആണോടെ? സിറിൽ ബർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിറിൽ ബർട്ട് ഇല്ല, ആദ്യം കേൾക്കുകയാണ് സിറിൽ ബർട്ട്. സിറിൽ ബർട്ട് എപ്പോഴും ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പോയ എൽ പിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, യു പിക്കും ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സെപ്ഷണൽ ചിൽഡ്രൻസ്, ഗിഫ്റ്റഡ് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചിൽഡ്രൻസ്, സ്ലോ ലേണേഴ്സ്, മന്ദപഠിതാക്കള്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്രതിഭാസമ്പന്നരായിട്ടുള്ള കുട്ടികള്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ, ശാരീരിക വൈകല്യമുള്ളവര്, അല്ലെങ്കിൽ കൾച്ചറലി ഡിസഡ്വാൻറ്റേജ് ചിൽഡ്രൻസ്, സാംസ്കാരിക പ്രാതികൂല്യമുള്ളവര്, അല്ലെങ്കിൽ ഡെലിക്വന്റ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, കുറ്റവാസനയുള്ളവര്. ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് താഴെ തന്നിരിക്കുന്നതിൽ അസാമാന്യ കുട്ടികൾ പെടുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ അസാമാന്യ കുട്ടികളിൽ പെടാത്തത് ആരൊക്കെയാണ്, അങ്ങനെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടുണ്ടോടെ? പഠിച്ചിട്ടുണ്ടോ ഇതിന്? ഈ സിറിൽ ബർട്ടിന്റെ ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്ന ആ സൈക്കോളജിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങളുണ്ട്, പഠനശാലകളുണ്ട്, അവരെ പഠിപ്പിക്കുന്നതിനുള്ള കോഴ്സുകളുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കൂൾസ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്കൂൾസ്, അല്ലെ? എബിലിറ്റി ഗ്രൂപ്പിംഗ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ്സസ്, ഇല്ലേ? അത് ഇപ്പൊ തന്നെ നിങ്ങളിപ്പം നെക്സ്റ്റ് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘടനകളിൽ ഉടനെ തന്നെ വിളിക്കും. എന്താണ്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 960 പോസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബി.എഡും പിന്നെ എന്തും വേണം, ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനുള്ള ഡിപ്ലോമയും വേണം. ബി.എഡ് മാത്രം പോരാ. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള മന്ദപഠിതാക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സ്ലോ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ചിൽഡ്രനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കൾച്ചറലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഡെലിക്വന്റ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അവിടെ അതിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എഴുതണമെങ്കിൽ എക്സാം. കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ലയോടെ? കേരളത്തിൽ നിഷിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേരളത്തിൽ നിഷ് ഇല്ലേ? കേട്ടിട്ടില്ലേ? കേരളത്തിൽ അത് മാത്രമാണ് തോന്നുന്നു. അത് തന്നെയാണ്. അപ്പൊ അത് എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. ഈ പ്രതിഭാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാൻ കുറെ ടെസ്റ്റുകളുണ്ട്. ഈ മന്ദപഠിതാക്കളായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ശിശുക്കളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല സമ്പ്രദായങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ IQ 70യിൽ താഴെ ഉള്ള കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ലോ ലേണേഴ്സ്, ബാക്ക്വേർഡ് ചിൽഡ്രൻസ്, സ്ലോ ലേണേഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റലിജൻസ് ടെസ്റ്റ്, ഇല്ലേ? നോർമൽ ആയിട്ടുള്ള നമ്മുടെ എക്സാം ഇല്ലയോ? അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇല്ലേ? നിങ്ങൾ മലയാളത്തില് മാനകീകൃത സിദ്ധിശോധക ടെസ്റ്റ് എന്നൊക്കെ പറയും, ഇല്ലേ? രണ്ടെണ്ണമാണ് പഠിക്കുന്നത് അവിടെ. മാനകീകൃത ബുദ്ധിശോധക ടെസ്റ്റും മാനകീകൃത സിദ്ധിശോധക ടെസ്റ്റും, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റലിജൻസ് ടെസ്റ്റും സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റും. ഞാൻ ജസ്റ്റ് ഇതൊക്കെ നമ്മൾ പഠിക്കും, ഇതൊക്കെ നമ്മൾ എഴുതും.
ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരുവാണ്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കാൻ പറ്റില്ല എന്തൊക്കെ പഠിക്കണമെന്നുള്ളത്, അതൊന്ന് പറയുകയാണ് ഞാൻ. ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ. ആരും ടെൻഷനും ഫീബിളൊന്നും ആകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ, അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്റലിജൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സിലബസിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതും അത് മസ്റ്റായിട്ട് ഡയറക്റ്റ് എപ്പോഴും ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, പിന്നെ തിയറീസ് ഓഫ് മെഷേഴ്സ്മെന്റിനെ കുറിച്ച്, ലേണിംഗ് ആൻഡ് മോട്ടിവേഷനെ കുറിച്ച് മറ്റേ ഇവിടെ അത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ, ക്രിയേറ്റീവ്, ഗിഫ്റ്റഡ്, ബാക്ക്വേർഡ്, ലേണിംഗ് ഡിസേബിൾഡ് ആൻഡ് മെന്റലി റിട്ടാർഡഡ് പറഞ്ഞിരിക്കുന്നുണ്ടോ? എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 18 മാർക്കോളം അവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തെ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്നത് ഈ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ, മെഷർമേഴ്സിനെ കുറിച്ചും, ഞാൻ ഇപ്പൊ പറഞ്ഞ മോട്ടിവേഷൻ, സൈക്കോളജി, അത് എക്സെപ്ഷണൽ ചിൽഡ്രൻസിനെ കുറിച്ച്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ കുറിച്ച്, ബാക്ക്വേർഡ് ആയിട്ടുള്ള, ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള, മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഇവാലുവേഷനെ കുറിച്ച്. ഇവാലുവേഷൻ അതിന്റെ ക്ലാസ്സും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവാലുവേഷൻ, 2 തരത്തിലുള്ള ഇവാലുവേഷനെ കുറിച്ചാണ് നിങ്ങൾ സാധാരണയായിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയുണ്ട് ആ ഇവാലുവേഷൻ? നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇവാലുവേഷൻ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് എന്ന് പറയുന്ന ആ 2 തരത്തിലുള്ള ഇവാലുവേറ്റീവ് പ്രോസസ്സ്, അതിനെക്കുറിച്ചും ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. അത്രയൊന്നും വേണ്ട, എന്നാലും അതിനെക്കുറിച്ചും പഠിക്കണം. അപ്പൊ അതാണ് ആ ഒരു ഏരിയയിൽ 18 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, കരിക്കുലം ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ആ കരിക്കുലം വളരെ വെരി വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്നതാണ് കരിക്കുലം. ഞാനത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ സാറ് പഠിപ്പിക്കട്ടെ എന്നിട്ടേ ഞാൻ നോക്കോളൂ എന്നുള്ള ഒരു ചിന്തയൊന്നും പാടില്ല. നിങ്ങൾ മുമ്പ് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് തുടങ്ങണം. അത് വായിക്കാനായിട്ട് സമയം കിട്ടുമ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങണം. അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ക്ലാസ് കിട്ടുമ്പോഴും നോട്ട് കിട്ടുമ്പോഴും അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറും. അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചു തന്നെ തുടങ്ങണം. ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് കരിക്കുലം ഇൻ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കരിക്കുലത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് കരിക്കുലം എന്നും അല്ലെ, എന്താണ് സിലബസ് എന്നുള്ളത് അല്ലെ. കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? കരിക്കുലം എന്ന് പറയുന്നത് പാഠ്യ പദ്ധതി അല്ലെ, പാഠ്യപദ്ധതി, കരിക്കുലം അല്ലെ. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങള് അല്ലെ, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങള് കൈവരിക്കാനായിട്ട് വിദ്യാലയങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത് പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അധ്യാപകന്റെ മേൽനോട്ടത്തില് കുട്ടികൾക്കുണ്ടാകുന്ന സമസ്ത അനുഭവങ്ങളുടെയും സഞ്ചയമാണ്, കൂട്ടമാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അല്ലെ. A curriculum is the structured framework of educational content and experiences designed to guide teaching and learning in a specific educational settings എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഇല്ലയോ? പഠിച്ചിട്ടുണ്ട്. Curriculum means the all experiences. Curriculum means the all experiences of the children's plus syllabuses. എല്ലാം ചേർന്ന എക്സ്പീരിയൻസസും സിലബസും കൂടി ചേരുമ്പോഴാണ് ആ കരിക്കുലമായിട്ട് മാറുന്നത്. കരിക്കുലം മീൻസ് ദ പെർസ്പെക്ടീവ്സ് ഓഫ് കരിക്കുലംസ് ആൻഡ് ഫിലോസഫി ഓഫ് കരിക്കുലംസ് ആൻഡ് വാല്യൂസ് ഓഫ് കരിക്കുലംസ്. അതും പഠിക്കണം. കരിക്കുലത്തിന്റെ വാല്യൂസ് എന്താണ്, കരിക്കുലത്തിന്റെ ഫിലോസഫി എന്താണ്, കരിക്കുലത്തിന്റെ പലതരത്തിലുള്ള പെർസ്പെക്ടീവ്സ് ഉണ്ട്, അത് പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെയുള്ള അതിൽ നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടായിരിക്കും. കരിക്കുലം എന്ന് പറയുമ്പോൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കിയിട്ടുണ്ട്. ഇപ്പൊ ടോപ്പിക് ഓഫ് അപ്രോച്ച് എന്നുള്ള ലെവലിൽ നിങ്ങൾ പഠിക്കുക. പ്രകരണ സമീപനം എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് അപ്രോച്ച് എന്ന് പറഞ്ഞ് പഠിക്കും. നിങ്ങൾ ഏകക സമീപനം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. അതായത് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് സ്പൈറലി സ്ട്രക്ചേർഡ് ആയിരിക്കണം, ചാക്രിക ആരോഹണ രീതിയിലായിരിക്കണം. ആര് പറഞ്ഞിട്ടുണ്ട്? വെരി ഗുഡ്, ബ്രൂണർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിസ്കവറി ലേണിംഗിന്റെ ഉപജ്ഞാതാവായ, കണ്ടെത്തൽ പഠനത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ബ്രൂണർ, ജെറോം എസ് ബ്രൂണർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ പിന്നീട് 6ൽ കാണത്തില്ല, 7ലോ 8ലോ കാണും. 8ൽ പഠിക്കുന്ന ഒരു കാര്യം പിന്നീട് 10ലേക്ക് വരും. 10ൽ പഠിക്കുന്നത് 11ൽ കാണത്തില്ല, 12ലും ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ ഡിഗ്രിയിൽ അത് പിന്നെ പഠിക്കാൻ. അങ്ങനെ ആ സ്പൈറലി
കോയിൽഡ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ സ്പൈറലി പോകുന്ന, അല്ലെങ്കിൽ ചാക്രികമായിട്ട് പോകുന്ന, ചാക്രികാരോടെ രീതിയിൽ പോകുന്ന കരിക്കുലത്തെ കുറിച്ച് ഹെർബത്തും അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മൾക്കിവിടെ റെയിൽവേക്ക് ചോദിക്കുന്നത്. കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അണ്ടർസ്റ്റാൻഡിങ് ദ ലേണർ എന്നുള്ള ലെവലിൽ വാട്ട് ഈസ് കരിക്കുലം, ആ ലെവൽ. അപ്പൊ നമ്മൾ അവിടെ പഠിക്കേണ്ടത് ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ പഠിക്കുന്നത് നമ്മുടെ റാൽഫ് അല്ലേ, റാൽഫിന്റെ ഒരു കരിക്കുലം ഉണ്ടല്ലേ, റാൽഫിനെ കുറിച്ച്, റാൽഫ് ടൈലേഴ്സിന്റെ കരിക്കുലത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? റാൽഫ് ടൈലർ, റാൽഫ് ടൈലറിന്റെ കരിക്കുലം പഠിച്ചിട്ടുണ്ടോ? റാൽഫിന്റെ കരിക്കുലം പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ലേണിംഗ് എക്സ്പീരിയൻസസിനെ കുറിച്ചും സ്കൂൾ ഡയറക്ഷനെ കുറിച്ചും ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന റാൽഫ് ടൈലേഴ്സിന്റെ കരിക്കുലം പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുള്ളവർക്ക് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് അവിടെ പഠിക്കണം. റാൽഫ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ദ കരിക്കുലം ഈസ് ഓൾ ദ ലേണിംഗ് എക്സ്പീരിയൻസസ്. ദ കരിക്കുലം ഈസ് ദ ഓൾ ദ ലേണിംഗ് എക്സ്പീരിയൻസസ് പ്ലാൻ ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ സ്കൂൾ ടു അറ്റൈൻ ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് റാൽഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റാൽഫിന്റെ കരിക്കുലം പഠിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. റാൽഫ് അവിടെ അതേ കുറെ കാര്യങ്ങൾ നമ്മൾ സാധാരണ കരിക്കുലം പഠിക്കുമ്പോൾ നിങ്ങൾ കോ കരിക്കുലർ ആയിട്ടുള്ള, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള അല്ലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സൈഡ് ദ എന്താണ് സ്കൂൾ ക്ലാസ് റൂം എന്ന് പറയുന്ന അല്ലെ, അതാണ് കോ കരിക്കുലറും എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്നത് അല്ലേ, അല്ലടെ ക്ലാസ് റൂമിന് പുറത്ത് നടക്കുന്നതല്ലേ. ആ കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാം. ഒന്നുമില്ല, ആദ്യം കേൾക്കുന്നവർക്ക് എന്തെങ്കിലും തോന്നും, പഠിച്ചവർക്ക് ഒന്നുമില്ലെന്ന് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ റാൽഫ് ടൈലേഴ്സിന്റെ കരിക്കുലത്തെ കുറിച്ച് അവിടെ പഠിക്കണം. അതുപോലെ തന്നെ ഹിൽഡ ടാബ അല്ലേ, ടാബയുടെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഹിൽഡ ടാബയുടെ പെർസ്പെക്റ്റീവ്സ് ഇൻ കരിക്കുലം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? സിമ്പിൾസിറ്റി, പ്ലാനിങ്, ലേണിംഗ് ഫോക്കസ് അല്ലേ. അതെ, ഹിൽഡ ടാബ എന്താ പറഞ്ഞിരിക്കുന്നത്? എ കരിക്കുലം ഈസ് എ പ്ലാൻ ഫോർ ലേണിംഗ് എന്ന് പറയുന്നതാണ് അല്ലേ, ഇവിടെ പ്ലാനിങ്. ഓക്കെ, ടാബയുടെ കരിക്കുലത്തെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ കണ്ണിംഗ്ഹാമിന്റെ കരിക്കുലം പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഇല്ലയോ? ഇല്ലടേ, കണ്ണിംഗ്ഹാംസ് ഓർമ്മയുണ്ടോ? കണ്ണിംഗ്ഹാംസിനെ കുറിച്ച് അല്ലേ, അതാണ് അടിപൊളി അല്ലേ, പഠിക്കാൻ ഭയങ്കര രസമാണ് ഇല്ലടേ അല്ലേ. അല്ലേ റോസ് കണ്ണിംഗ്ഹാമിന്റെ അഭിപ്രായത്തില് അദ്ദേഹം പറഞ്ഞത് പാഠ്യപദ്ധതി കരിക്കുലം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണിംഗ്ഹാമിന്റെ അഭിപ്രായത്തിൽ? കരിക്കുലം ഈസ് ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്. ദ ആർട്ടിസ്റ്റ് മീൻസ് ടീച്ചർ. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ടീച്ചർ ആണ്. ടു മോൾഡ് ഈസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അവിടെ സ്റ്റുഡന്റ് ആണ്. അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽ മീൻസ് ഒബ്ജക്റ്റീവ്സ് ഇൻ ടു ദ സ്റ്റുഡിയോ മീൻസ് സ്കൂൾ. സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂളാണ്. അതായത് വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങളെ രൂപപ്പെടുത്തുവാൻ അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആരെന്ന് പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത്. അതായത് ഒരു അധ്യാപകനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട്, ഒരു കലാകാരനായിട്ടും വിദ്യാർത്ഥികളെ ഒരു മെറ്റീരിയലിനോടും സ്കൂളിനെ ഒരു സ്റ്റുഡിയോയോടും താരതമ്യം ചെയ്തിരിക്കുന്നു. ആരുടെ? ടാബയാണോ? അത്ര ഞാൻ ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. കണ്ണിംഗ്ഹാമിന്റെ ഡയറക്റ്റ് ചോദിക്കും. കണ്ണിംഗ്ഹാം കരിക്കുലത്തിലെ കുട്ടികളെ എന്തിനോട് ഉപയോഗിച്ചിരിക്കുന്നു? മെറ്റീരിയൽസിനോട്. ടീച്ചറിനെ ആരോട് ഉപയോഗിച്ചിരിക്കുന്നു? ഇറ്റ്സ് ആൻ ആർട്ടിസ്റ്റ്, കലാകാരനോട്. സ്കൂളിനെ എന്തിനോട് ഉപയോഗിച്ചിരിക്കുന്നു? സ്റ്റുഡിയോട് അല്ലേ. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ അവ പഠിക്കുവാൻ, അവ വികസിപ്പിക്കുവാൻ അതിന് സഹായിക്കുന്ന വളരെ കോർഡിനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രിത അനുഭവങ്ങളുടെ ഒരു ശ്രേണിയാണ് ഈ കരിക്കുലം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളാണ് കണ്ണിംഗ്ഹാം. അപ്പം റാൽഫിനെ കുറിച്ചും ടാബയെ കുറിച്ചും കണ്ണിംഗ്ഹാമിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളെ ഞാൻ ഈ പറഞ്ഞ കരിക്കുലം എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേണ്ടത്.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ അവരെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ വീട്ടിന് പഠിക്കുന്ന പോലെ കാട് കയറി അവിടെ കാടടച്ചു പോയി പഠിക്കേണ്ട കാര്യമില്ല. അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സുകൾ നിങ്ങൾ പഠിക്കുന്ന ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ, ലേണർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ്, സ്കിൽ ആൻഡ് കോമ്പിറ്റൻസീസ്. ഇത്രയും കാര്യങ്ങളാണ് 12 മാർക്കുകൾ അവിടെ ചോദിക്കുന്നത്. അതും കൂടെ പഠിക്കണം. ദാറ്റ് ഈസ് ദ 50 മാർക്ക് ക്വസ്റ്റ്യൻ. അതാണ് 50 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ എപ്പോഴും സംശയം ചോദിക്കുന്ന കാര്യമാണ് ഈ കിടക്കുന്നത്. മാത്തമെറ്റിക്സിൽ എന്ത് പഠിക്കണമെന്നും ജനറൽ ഇന്റലിജൻസിൽ എന്ത് പഠിക്കണമെന്നും ജനറൽ സയൻസിൽ എന്ത് പഠിക്കണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ആഡിയോയിലും പല ക്ലാസ്സിലും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടായിരിക്കണം എല്ലാത്തിനെ കുറിച്ചും. അത് മാത്സ് പഠിക്കുന്നതിലും ജനറൽ ഇന്റലിജൻസ് പഠിക്കുന്നതിലും റീസണിങ് പഠിക്കുന്നതിലും ജനറൽ അവയർനെസ് പഠിക്കുന്നതിലും ജനറൽ സയൻസ് പഠിക്കുന്നതിലും. നിങ്ങൾ സാധാരണ PSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പൊ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ, പ്രപ്പോർഷൻസ്, പെർസെന്റേജ്, മെനുസറേഷൻ. നിങ്ങൾ മെനുസറേഷൻ അതാണ് പലർക്കും ജാമിതീയ രൂപങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യമാണ് കേട്ടോ. ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സാധാരണ പലിശയും കൂട്ടുപലിശ എന്നുള്ളത്, പ്രോഫിറ്റ് ലാഭവും നഷ്ടവും, ആൽജിബ്ര, ജിയോമെട്രി, ട്രിഗണോമെട്രി, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ്, കാൽക്കുലേഷൻ, കലണ്ടർ, ക്ലോക്ക്, പൈപ്പ്, സിസ്റ്റേൺസ്. ഇതിലേതെങ്കിലും നിങ്ങൾ കേൾക്കാത്തതായിട്ടുണ്ടോ? ഇതിലേതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതോ നിങ്ങൾ PSC പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലാത്ത കേൾക്കാത്ത ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടോടെ? ഇല്ല, ഇല്ല, എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ഇതില് റെയിൽവേ എങ്ങനെയാണ് ഈ ഓരോ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് ട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എപ്പോഴും മാത്സ് പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് മാത്സ് നിങ്ങൾ പഠിക്കുമ്പോൾ മാത്സ് എപ്പോഴും ഓപ്ഷൻ എലിമിനേഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാവൂ. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് 4 ഓപ്ഷൻ കണ്ടിട്ട് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം. അല്ലാതെ ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇപ്പൊ I=PNR എന്ന നിങ്ങളിപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? സിംപ്ലസ്റ്റ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്ടേ? ഏതാ? I=PNR, ഇൻട്രസ്റ്റ് കാണാനുള്ള I=PNR എന്നുള്ള ഇക്വേഷൻ ആണ്. സിമ്പിൾ ഒരു പരീക്ഷയിൽ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ 1000 രൂപയ്ക്ക് 10% നിരക്കില് ഒരു വർഷത്തെ പലിശ എത്രയെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 1000 രൂപയ്ക്ക് 10% നിരക്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10%, ഒരു വർഷത്തെ കാലാവധി എന്ന് പറയുന്നത് 1 ഇയർ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയെന്ന് ചോദിക്കുകയാണ്. ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യനെ തമാശയാണ്, ഭയങ്കര തമാശ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ. അത് ഇക്വേഷൻ കൊണ്ട് ഇരിക്കുന്നവർക്ക് തമാശയല്ല, ഭീകരമായിരിക്കുകയും ചെയ്യും. ആരോ പറഞ്ഞു 100 എന്ന്, അത്രയും സമയം പോലും വേണ്ട അല്ലേ? ആരോ ഏതോ ഒരു ആള് ആരാണ് പറഞ്ഞത്? പറഞ്ഞു, വെരി ഗുഡ്, 100 എന്നുള്ള പറഞ്ഞു. പ്ലീസ് അതിനു വേണ്ടിയിട്ട് അപ്പം ഞാൻ പഠിപ്പിക്കുന്ന രീതി പറയുക. ഇങ്ങനെ പലിശ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ പലിശയെ കുറിച്ച്, പലിശയുടെ ഊടുവഴികളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഒന്നിനും ഇക്വേഷൻ ഇല്ലാതെയുള്ള പഠനമാണ്. ഇക്വേഷൻ ഇട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ ഇക്വേഷൻ ഇട്ട് പഠിക്കേണ്ട കുറെ ഏരിയാസ് ഉണ്ട്. അവിടെ ഇക്വേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ ജോമെട്രി പഠിക്കുമ്പോഴോ മെനുസുറേഷൻ പഠിക്കുമ്പോഴോ അത്യാവശ്യം ട്രിഗണോമെട്രി പഠിക്കുമ്പോഴെങ്കിലും ഇക്വേഷൻസ് മനസ്സിൽ അറിഞ്ഞിരിക്കണം. കാണാപ്പാടമല്ല, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, എങ്കിലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെയുള്ള ഒന്നിനും ഒരു ഇക്വേഷനും ഇല്ല. നിങ്ങൾ ഇക്വേഷൻ ഇപ്പൊ ഗൈഡുകളിലൊക്കെ നിങ്ങൾ കാണുമ്പം അവർ കൺവെൻഷണൽ മെത്തേഡിൽ ഇക്വേഷൻസ് A+B+C ബൈ y എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഇക്വേഷൻസ്, ടൈപ്പ് 1 ഇക്വേഷൻ, ടൈപ്പ് 2 ഇക്വേഷൻ, ടൈപ്പ് 3 ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും. അവസാനം ആ ഇക്വേഷൻസ് കൊണ്ടിരുന്ന പണ്ട് തമാശയിലൊക്കെ പറയാറുണ്ട്, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബിറ്റ് ഉണ്ടാക്കും അല്ലേ? തുണ്ടെഴുതും എന്നൊക്കെ പറയത്തില്ലേ? ബിറ്റ് തുണ്ടെഴുതും എന്ന് പറയത്തില്ലേ? പഠിക്കാതെ ബിറ്റ് എന്നല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? പേപ്പർ ഈ പണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ബുക്ക് നമ്മളിങ്ങനെ വെട്ടിയെടുക്കൂല്ലേ? ബുക്കിന്ന് ആ പാരഗ്രാഫോ ഗൈഡ് എന്നുള്ള സാധനം നമ്മൾ വെട്ടിയെടുത്തിട്ട് മടക്കി കൊണ്ടുപോകില്ലേ? അതല്ലേ തുണ്ടെന്ന് ബിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴാണെങ്കിൽ കുട്ടികളൊക്കെ അത് റെഡ്യൂസ്ഡ് ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ?
എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് പോകും. ഒട്ടും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ എല്ലാത്തിനും തുണ്ട് വെട്ടും, എന്നിട്ട് അവസാനം അവർ തുണ്ടും കൊണ്ട് എഴുതും. ഏതാണ്? ഏതാ പറയേ? അല്ല, എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും അത്യാവശ്യം പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മറ്റുള്ള കുട്ടികളോട് ചോദിച്ചിട്ട് തുണ്ടുണ്ടാക്കും അവൻ, എന്നിട്ട് അവസാനം അവ ഒരു തുണ്ടുണ്ടാക്കും. ഏതാ? ചോദിക്കാതെ, ആരോടും ചോദിക്കാതെ അവനായിട്ടൊരു തുണ്ട് അവൻ ഉണ്ടാക്കും. ഏതാണ്? അതേതായിരിക്കും? പറയേ, അതാണ് ഏറ്റവും തമാശ. ഏതാ? എനിപടി? വെരി ഗുഡ്. ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇരിക്കണം എന്നുള്ളത്. ശരീരത്തിൽ മുഴുവൻ തുണ്ടായിരിക്കും, അവന് എഴുതാൻ പറ്റത്തില്ല. അത് അവിടെ അവനൊരു ഐഡിയ ഇല്ല, മനസ്സിലായില്ലേ? അവൻ എഴുതാൻ പറ്റത്തില്ല തുണ്ടും കൊണ്ട്. തുണ്ട് വെക്കണമെങ്കിൽ ഒരു ബോധ്യം വേണം, അത്യാവശ്യം എന്തെങ്കിലും പഠിച്ചിരിക്കണം അല്ലേ? അല്ലാത്തവരെ കൊണ്ട് തുണ്ട് വെച്ച് എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവൻ ഓരോ ഭാഗത്തിനെ പറ്റി വേറെ തുണ്ട് എഴുതണം. ഇന്ന സാധനം ഇവിടെ ഇരിക്കുന്നു, ഇന്ന സാധനം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ തുണ്ടിൽ നോക്കണം, അത് കാലിന്റെ അടിയിലിരിക്കുന്നു, അല്ലെങ്കിൽ കൈയിന്റെ മറ്റേ ഭാഗത്തിരിക്കുന്നു, അല്ലെങ്കിൽ ചെരുപ്പിന്റെ അടിയിരിക്കുന്നു പറഞ്ഞാൽ അടുത്ത തുണ്ട് എഴുതണം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും, പിന്നെ ഇങ്ങനെ പറയുന്ന സാധനം ഏത് തുണ്ടിലാണെന്നുള്ളത് ആ തുണ്ടെടുത്ത് വായിക്കും. അപ്പോഴത്തേക്ക് ബെല്ലടിക്കും അവൻ, മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഈ 1000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു വർഷത്തെ പലിശ എത്രയെന്ന് പറഞ്ഞ് കണക്കാക്കുമ്പോഴത്തേക്ക് 1 ഇയർ ആണ് അല്ലെ? ഒരു വർഷത്തെ പലിശ എന്ന് കണക്കാക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ പിന്നീട് പെർസെന്റേജ് പഠിപ്പിക്കാനായിട്ട് ഇരിക്കേണ്ടി വരരുത്. എന്താണ് പെർസെന്റേജ് എന്നും എന്താണ് ശതമാനം എന്നും എങ്ങനെയാണ് ശതമാനം കാണുന്നതെന്നും പിന്നെ പഠിപ്പിക്കേണ്ടി വരരുത്. പലിശ പഠിപ്പിക്കുമ്പോൾ പലിശയെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അവിടെ നിങ്ങളെ ശതമാനത്തിന്റെ കണക്ക് പഠിപ്പിക്കാൻ പറ്റൂടെ? പറ്റുമോ? ഇല്ല. അപ്പൊ ഒരിക്കലും തീരത്തില്ല പിന്നെ ആ പോർഷൻ, സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമുക്കൊരു 6 മാസം കിട്ടണേ നിങ്ങൾ ഓക്കെ, ആദ്യം തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് ശതമാനത്തിന്റെ പല ഒരു 10 ടൈപ്പ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഇവിടെയുള്ള എക്സാമ്പിള് ഇവിടെ നമ്മളെ സ്ഥിരം ചോദിക്കുന്ന ടൈം ആൻഡ് വർക്ക് എപ്പോഴും ചോദിക്കുന്ന ടൈം, ജോലിയും സമയവും എന്ന് പറയുന്നത്. ടൈം ആൻഡ് വർക്ക് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാം അറിഞ്ഞിരിക്കുന്ന വെച്ചാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും, ഡെസിമൽസ്, അതായത് ദശാംശ സംഖ്യകളുടെ കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കലെല്ലാം, ഫ്രാക്ഷൻസിന്റെ കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല്, ഡെസിമൽസിന്റെ കൂട്ടല്, കുറയ്ക്കല്, ഹരിക്കൽസ്, നമ്പർ സിസ്റ്റംസ് ഫുൾ അറിഞ്ഞിരിക്കണം, പെർസെന്റേജ് ഫുൾ അറിഞ്ഞിരിക്കണം, പ്രൊപ്പോർഷൻസ് അറിഞ്ഞിരിക്കണം, റേഷ്യോ അറിഞ്ഞിരിക്കണം, എല്ലാത്തിനും ഉപരിയായിട്ട് LCM HCF അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ വർക്ക് ഓൺ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡെസിമൽസിനെ കുറിച്ചോ നമ്പർ സിസ്റ്റത്തെ കുറിച്ചോ ഫ്രാക്ഷനെ കുറിച്ചോ LCMനെ കുറിച്ചോ HCFനെ കുറിച്ചോ റേഷ്യോ പ്രൊപ്പോസിനെ കുറിച്ചോ പേഴ്സണിനെ കുറിച്ചോ അറിഞ്ഞിടാത്ത ഒരു കുട്ടിക്ക് എനിക്ക് ടൈം ആൻഡ് വർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഡിസ്റ്റൻസും പഠിപ്പിക്കാൻ പറ്റത്തില്ല, സിംപ്ലിസ്റ്റ് ഇൻട്രസ്റ്റും കോമ്പൗണ്ട് അതായത് പലിശയും പഠിപ്പിക്കാൻ പറ്റത്തില്ല, പ്രോഫിറ്റും ലോസും പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല ബേസിക് അറിഞ്ഞില്ലെങ്കിൽ. കാരണം ടൈം ആൻഡ് വർക്കിൽ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ LCM ആണ് കാണേണ്ടത്. ഇനി LCM കാണണം. സാറേ എനിക്ക് LCM അറിയാം, പണ്ടത്തെ മെത്തേഡിൽ LCM അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതി തരുമ്പോൾ ബെല്ലടിക്കും. നിങ്ങൾ LCM എങ്ങനെയാ കാണുന്നത്? നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് LCM എങ്ങനെയാ കാണുന്നേ? എങ്ങനെ കാണും? കുറെ ഫാക്ടർ ആയിട്ട് ഇങ്ങനെ എഴുതും, ഇങ്ങനെ ഗുണിച്ച് പോയിട്ട് അവസാനം പൊതു ഘടകം, പൊതു അല്ലാത്ത ഘടകം ഇവിടെ എഴുതി ഗുണിച്ച് എണ്ണി കാലും കൈയൊക്കെ എടുത്ത് വിരലൊക്കെ എടുത്ത് ഗുണിച്ച് വരുമ്പോഴത്തേക്ക് സാറ് പേപ്പർ മാച്ചോണ്ട് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ CBT ടെസ്റ്റ് കഴിയും. ഇവിടെ ഒന്നും പറ്റത്തില്ല LCM HCF ഒന്നും കാണാൻ. ഇവിടെ ഒന്നും പറ്റത്തില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ LCM കിട്ടിയിരിക്കണം, ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ LCM കിട്ടിയിട്ട് ഉത്തരം കിട്ടിയിരിക്കണം. ദാറ്റ് ഈസ് ഓപ്ഷൻ എലിമിനേഷൻ. നിങ്ങൾ പലർക്കും അറിയാവുന്നവർക്ക് അറിയാം LCM എങ്ങനെയാണ് അങ്ങനെ കാണുന്നത് എന്നുള്ളത്. അല്ലാതെ ഘടകങ്ങളാക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല, പോവും, അവിടെ ഇരിക്കരുതുള്ളൂ. അപ്പൊ നിങ്ങളൊരു ബേസിക് ഉണ്ടായിരിക്കണം. പരമാവധി ഈ സമയം അനുസരിച്ച് നമുക്കത് ഞാൻ പറഞ്ഞു തരാം എല്ലാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചാടിപ്പോൻ പറ്റത്തുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, നിങ്ങൾ PSCക്ക് പലയിടത്തും പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ LCMനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എത്ര ക്ലാസ് വേണമെന്നും അല്ലെ, എത്ര നേരം എടുത്താൽ അത് പഠിക്കേണ്ടതെന്നും എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇങ്ങനെയുള്ള ഒരു ബാച്ചിൽ നമുക്ക് അത് മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാനും പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? അല്ലയോ? അല്ലെങ്കിൽ സാറേ അത് പഠിപ്പിച്ചിട്ട് പോയാൽ പറഞ്ഞാൽ അത് മാത്രമായിട്ട് നിൽക്കേണ്ടിയും വരും. കാരണം ഓരോ സെക്ഷനിലും നമുക്ക് പഠിക്കാനായിട്ട് ഒരു 10-15ഓളം മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ബോർഡ് മാസ് പഠിക്കുമ്പോൾ ഒരു 10-15 രീതിയിൽ ബോർഡ് മാസ് പഠിക്കണം. ബോർഡ് മാസ് ഒന്നുമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ,
പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ രീതി. അതിൽ തന്നെ ഒരു 10-15 മെത്തേഡ് ഉണ്ട് പഠിക്കാനായിട്ട്. അതേ ലെവലിൽ തന്നെ അതിൽ നിന്ന് തന്നെയാണ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യനും ചോദിക്കും. ബോർഡ് മാസ് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ എബിലിറ്റി ചോദിക്കും ക്വസ്റ്റ്യൻ. ഇനി അടുത്ത നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അവിടെ വരുന്നത് ഈ പറയുന്ന നിങ്ങൾ 10ൽ PSC പഠിച്ച അനലോഗി, ആൽഫബറ്റിക്കൽ, നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്. നമ്പർ സീരീസ് അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നമ്പർ സീരീസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം എന്തറിഞ്ഞിരിക്കണം? നമ്പർ സീരീസ് അറിയണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം പറഞ്ഞേ? ബേസിക് ആയിട്ട് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്പർ സീരീസ് ചെയ്യണമെങ്കിൽ. എന്താണ്? എന്തോടെ പറയേ? വെരി ഗുഡ്. അത് അറിയാന്നുള്ള കുട്ടികളുണ്ട്. സ്ക്വയറും ക്യൂബും അത്യാവശ്യം ഒരു 30 വരെയെങ്കിലും കാണാപ്പാടം അറിഞ്ഞിരിക്കണം അല്ലേ? നീയുടെ ഇല്ലയോ? അതൊക്കെ തന്നെയാണ് നമ്പർ സീരീസ്. അത് അല്ലാതെ വേറൊന്നും നമ്പർ സീരീസ് ചോദിക്കത്തൊന്നുമില്ല. അത് തന്നെയാണ് സ്ക്വയറും ക്യൂബ് അറിഞ്ഞുകൂടാത്തവര് അതിനെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് സ്ക്വയർ ആണ്, സ്ക്വയറിൽ നിന്നും 2 കൂട്ടിയോ 2 കുറച്ച്, അല്ലെങ്കിൽ 3 കൂട്ടി 5 കൂട്ടി 10 കൂട്ടി 10 കുറച്ച്, ഇങ്ങനെയുള്ള ആ ലെവലാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ക്യൂബിന്റെ 5 ഇരട്ടി വെച്ചാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലാവണമെങ്കിൽ അത് അറിയണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അത് മുകളിലുള്ള കണക്ക് അറിയാമെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. റിലേഷൻഷിപ്പ്, അതും നന്നായിട്ട് വ്യക്തമായിട്ട് നിന്റെ അച്ഛന്റെ അമ്മയുടെ മനുവിന്റെ അച്ഛന്റെ ചേട്ടത്തിയുടെ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ? അച്ഛനാണ് ഇയാള്, ഇയാളുടെ മാമിയാണ് മറ്റേയാളെന്നൊക്കെ പറഞ്ഞ് ചോദിക്കത്തില്ലേ? ബ്ലഡ് റിലേഷൻസ് ഒക്കെ ചോദിക്കത്തില്ലേ? അത് തന്നെ നമ്മള് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പെഡിഗ്രി എഴുതാനായിട്ട് കഴിയണം. ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ പെഡിഗ്രി കഴിഞ്ഞിട്ട് ഓപ്ഷനിലേക്ക് എത്തുകയും ചെയ്യണം. അത് പിന്നെ സിലോജിസംസ്, ജംബ്ലിങ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, സഫിഷ്യൻസി, കൺക്ലൂഷൻസ്, ഡിസൈൻ മേക്കിംഗ്. ഇത് നിങ്ങൾക്ക് ചില PSCക്ക് നിങ്ങൾ അധികം പഠിച്ചു കാണത്തില്ല. കൺക്ലൂഷൻസും ഡിസൈൻ മേക്കിംഗ് ഒന്നും ലാസ്റ്റ് കിടന്നും പഠിക്കുന്നവർ പഠിച്ചു കാണത്തില്ല. ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്നുണ്ട്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനാലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻസ്, ഡിറക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ്. വളരെ സിമ്പിൾ. നിങ്ങൾ LDSക്ക് ലാസ്റ്റ് കിടന്ന് പഠിച്ച കാര്യങ്ങളാണ്. അത് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത വരുമ്പോഴത്തേക്ക് നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ്, CA. അതിന് ഞാൻ പറയുന്നു, CA ഞാൻ കുറെ ക്ലാസ് എടുത്തു തരും, പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു CAക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന, ഞാനൊരു ബുക്കും നിങ്ങളോട് പ്രൊവൈഡ് ചെയ്യത്തില്ല, പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻസ് നമ്മുടെ കേരളത്തെ ബേസ് ചെയ്തിട്ട് അല്ലാത്തുള്ള കറണ്ട് അഫയേഴ്സ് അത് കിട്ടും. കടയിൽ പോയി കഴിഞ്ഞാൽ നല്ല കറണ്ട് അഫയേഴ്സിന്റെ 100-150 രൂപയ്ക്ക് താഴേക്കേ വരത്തുള്ളൂ. നല്ല കറണ്ട് അഫയേഴ്സ് കിട്ടും. അത് നമ്മളെപ്പോഴും റെയിൽവേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ടോട്ടൽ നമ്മുടെ ഫുൾ സ്റ്റേറ്റ്സിനെ പറ്റിയുള്ളതാണ് എല്ലാം. നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ എല്ലാം അധികം പഠിക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരളമായിരിക്കും. ഇത് കേരളമല്ല, എല്ലാം ഫോക്കസ് ചെയ്യണം. റെയിൽവേ ഫോക്കസ് എന്താണ്? അതെ, വെരി ഗുഡ്. ഓൾ ഇന്ത്യ റെയിൽവേ ഫോക്കസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബുക്ക്, നല്ലൊരു ബുക്ക്, വായിച്ചാൽ മനസ്സിലാവുന്ന ബുക്ക്. വലിയ ഗൈഡൊന്നും 10-500 പേരുള്ള സാധനം പോയി വാങ്ങിക്കൊണ്ട് വരരുത്. അത്ര ഭീകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കറണ്ട് അഫയേഴ്സിന് ഇല്ല. ഓക്കെ, അത്യാവശ്യമുള്ള കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മുടെ ഈ 2024 ഫുള്ള് കിട്ടുന്ന ഒരു കറണ്ട് അഫയേഴ്സ് മതി. അതിന്റെ ബാക്കിലോട്ടുള്ളതൊന്നും അധികം ചോദിക്കത്തില്ല ഇതിനൊക്കെ. ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ജിയോഗ്രഫി. ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഒന്ന് കേൾക്കട്ടെ ഞാൻ. എന്തൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത് എന്ന് കേൾക്കട്ടെ. ആ ആ ആ ആ ആ ആ ആ വെരി ഗുഡ്. അത് തന്നെയാണ് അല്ലേ? അതായത് ഇപ്പൊ ഇന്ത്യൻ ജിയോഗ്രഫി, അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനി നിങ്ങളെ കൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ അത് ആ രീതിയിൽ പറഞ്ഞു തരാം. കാരണം നമ്മളെപ്പോഴും ജിയോഗ്രഫി പഠിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കാണാപ്പാടമാണ് പഠിക്കുന്നത്. കാണാപ്പാടം പഠിച്ചാൽ ജിയോഗ്രഫി പഠിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ എന്താണെന്ന് അറിയണം ജിയോഗ്രഫി പഠിക്കാൻ. അത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങൾ ഏത് ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ അത്യാവശ്യം നമ്മൾ അറിയണം. മനസ്സിലായല്ലേ? ഈ ഉത്തരപർവ്വത അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇന്ത്യയുടെ ജിയോഗ്രഫിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇന്ത്യയെ പ്രധാനമായിട്ടും 4 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലെ?
ഒന്ന് ഉത്തരപർവ്വത മേഖല, 2 ഉത്തര മഹാസമതലം, 3 ഉപദ്വീപീയ പീഠഭൂമി, 4 തീരസമതലങ്ങളും ദ്വീപുകളും. അല്ലേ? അല്ലയോടെ? അതില് ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ അറിയണം മനസ്സിൽ, ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ അത് ഹിമാചൽ പ്രദേശിലൂടെ, ഉത്തരാഖണ്ഡിലൂടെ, അതായത് ഹിമാചൽ പ്രദേശിലൂടെ, ഉത്തരാഖണ്ഡിലൂടെ, സിക്കിമിലൂടെ, അരുണാചൽ പ്രദേശിലൂടെ, നാഗാലാൻഡിലൂടെ, മണിപ്പൂരിലൂടെ, മേഘാലയയിലൂടെ, മിസോറാമിലൂടെ, ത്രിപുരയിലൂടെ, ജമ്മു കാശ്മീരിലൂടെ, ഇവിടെയുള്ള ലഡാക്കിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ഇന്ത്യയുടെ അല്ലേ, നമ്മളെ ഇന്ത്യ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക്, ഞാൻ ജസ്റ്റ് ഇന്ത്യയിൽ ഒരു ചുമ്മാ ഒരു പടം വരയ്ക്കുകയാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ അല്ലടെ, ഈ ഒരു ഏരിയ അല്ലയോ, അല്ലയോടെ, അല്ലയോ? ഈ ഒരു ഏരിയ, അതായത് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും സിക്കിമും അരുണാചൽ പ്രദേശും നാഗാലാൻഡും മണിപ്പൂരും, അതായത് നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്ന് പറയുന്ന 7 സിസ്റ്റേഴ്സിൽ വരുന്ന ഈ കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ആൻഡ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. അപ്പൊ ഇവിടെ നിന്ന് കയറി, അതായത് ത്രിപുരയിൽ നിന്ന് കയറി മിസോറാമിലോട്ട് കയറി, മേഘാലയയിലെത്തി, മണിപ്പൂരിലെത്തി, നാഗാലാൻഡിലെത്തി, അവിടെ നിന്ന് അരുണാചൽ പ്രദേശിൽ, ഇവിടെയുള്ള അരുണാചൽ പ്രദേശിൽ കയറി, അവിടെ നിന്ന് സിക്കിം എന്ന് വെച്ചാൽ ഇവിടെ ഭൂട്ടാനുണ്ട്, ഭൂട്ടാനോട് ചേർന്ന് കിടക്കുന്ന സിക്കിമിലേക്ക് കയറി, അത് നേരെ ഉത്തരാഖണ്ഡിലേക്ക് കയറി, ഹിമാചൽ പ്രദേശിലെത്തി, അവിടെ നേരെ ജമ്മു കാശ്മീർ കയറി, ഇവിടെ ഇങ്ങേ അറ്റത്ത് ലഡാക്ക് വരെ, ഏകദേശം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇവിടെ കിടക്കുന്നു, പാകിസ്ഥാൻ ഇവിടെ കിടക്കുന്നു. അതിന്റെ ഈ ഭാഗം വരെ വന്നു നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, ഉത്തരപർവ്വത മേഖല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ ഒരു കാണാപ്പാടത്തിന്റെ ആവശ്യമില്ല. ആ ഉത്തരപർവ്വത മേഖലയില് ഈ ഒരു ഏരിയയിലാണ് ഹിമാലയം എങ്ങനെ കിടക്കുന്നതെന്നും ആ ഹിമാലയത്തില് ഹിമാദ്രി എന്ന് പറയുന്ന ഭാഗമുണ്ടെന്നും, ഹിമാചൽ എന്ന് പറയുന്ന ഭാഗമുണ്ടെന്നും, ശിവാലിക് എന്ന് പറയുന്ന ഭാഗമുണ്ടെന്നും, ആ ഹിമാദ്രി, അവിടെ തന്നെ ഹിമാദ്രിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന ഹിമാദ്രിയാണെന്നും, ഏകദേശം 6000 മീറ്റർ മുകളിലാണ് ഹിമാദ്രി വരുന്നതെന്നും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം. ആ ടിബറ്റിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിമാദ്രിയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ സാഗർമാത എന്നറിയപ്പെടുന്ന ആ മൗണ്ട് എവറസ്റ്റ്, അല്ലെങ്കിൽ ആ ഏറ്റവും ഉയരം കൂടിയ, ഏറ്റവും വലിയ ആ ഭാഗത്ത് തന്നെയാണ്, ആ ഹിമാലയം നിൽക്കുന്ന ഈ ഭാഗത്ത്, ആ ടിബറ്റിന്റെ, നേപ്പാളിന്റെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ കാഞ്ചൻജംഗയും അന്നപൂർണയും നംഗപർവ്വതവും ഒക്കെ സ്ഥിതി ചെയ്യുന്നതെന്നും ഒക്കെ അറിയണം. അത് ഇന്ന സ്ഥലത്താണ്, അല്ല കാണാപ്പാടം പഠിച്ചുകൊണ്ടേ ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിള് ഞാൻ പറഞ്ഞു, കാഞ്ചൻജംഗ, അതുപോലെ തന്നെ അന്നപൂർണ, അതുപോലെ തന്നെ നംഗപർവ്വത, ഇത് സ്ഥിതി ചെയ്യുന്ന ഹിമാദ്രിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇവിടെ നെക്സ്റ്റ് വേറൊരു ചിത്രം, ഈ ലാസ്റ്റ് ഭാഗം, നമ്മളെ ഈ 7 സിസ്റ്റേഴ്സ് വരുന്ന ഈ ഭാഗം, ഈ ഒരു ഏരിയ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സംസ്ഥാനമുണ്ട്, നമ്മുടെ സിക്കിമിന്റെ വെളിയിലായിട്ട് വേറൊരു രാജ്യം ഇങ്ങനെ കിടപ്പുണ്ട്. സിക്കിമിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു രാജ്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആരാണ്ടേ? ഒരു കുഞ്ഞു രാജ്യമുണ്ട്, പൊട്ടുകണക്ക് കിടക്കുന്ന രാജ്യമുണ്ട്. ആരാടെ? ഏത് രാജ്യോ? എന്റെ വോയിസ് ഉണ്ടോ എന്റെ? ശ്രീലങ്ക? എന്റെ ഭഗവാനെ, ശ്രീലങ്ക എവിടെ നിറഞ്ഞൂടെ? ഇന്ത്യയുടെ താഴത്തെ അറ്റം, നമ്മുടെ കേരളമൊക്കെ ഇല്ലേ, ഇവിടെ കേരളം, ഇവിടെയാണ് ശ്രീലങ്ക കിടക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയാണ്. അയ്യോ, ഇവിടെ. അത് തന്നെ ഭൂട്ടാൻ. അപ്പൊ ചോദിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? കാഞ്ചൻജംഗ. ആ കാഞ്ചൻജംഗ നിൽക്കുന്ന സംസ്ഥാനം എവിടെയാണ്? സിക്കിമാണ്. സിക്കിമാണ്.
ഈ സിക്കിമിലാണ് കാഞ്ചൻജംഗ ഇങ്ങനെ നിൽക്കുന്നത്. ഈ സിക്കിമിൽ ഇങ്ങനെ കാഞ്ചൻജംഗ ഇങ്ങനെ നിൽക്കും. ഏറ്റവും ഉയരം കൂടിയതുകൊണ്ട് സിക്കിമിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാഞ്ചൻജംഗ. മനസ്സിലായില്ലേ? അപ്പൊ അതിന് തൊട്ടടുത്തുള്ള ഭൂട്ടാൻ അവിടെ പറയാനുള്ള വേറൊരു കാരണമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നന്ദാദേവി. നന്ദാദേവി എവിടെയാ ഉള്ളത്? നന്ദാദേവി ഇങ്ങനെ മുകളിൽ വരും. ഇങ്ങ് മുകളിൽ എവിടെ? ഇവിടെ ഒരു സംസ്ഥാനമുണ്ട് ഈ ഭാഗത്ത്. എവിടെയാ എന്നെ പറയുന്ന പേരെന്താ? ഏറ്റവും കൂടുതൽ ഡൂംസ് ആയി കാണപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട്. ഏതാ? ഹിമാചല? ഉത്തരാഖണ്ഡ്. ഹിമാചലിൽ കാണപ്പെടുന്ന ഡൂം ഏതാടെ? ഏ ഏ എന്താണ്? ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല, അത് കിട്ടിക്കോളും. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറയും, അതായത് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? ഹിമാദ്രിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ഒന്നാമത്തെ കൊടുമുടി ഏതാ? എവറസ്റ്റ്. രണ്ടാമത്തേതാണ്? എവറസ്റ്റ് ഇന്ത്യയിലാണോ? ഫുള്ള് എവറസ്റ്റ് ഇന്ത്യയിലാണ്. എവറസ്റ്റ് ഏത് രാജ്യത്താ? നേപ്പാൾ. ഉയരം എത്ര? 8848 അല്ലെ? 8848 മീറ്റർ എവറസ്റ്റ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതാണ് ഞാൻ പറഞ്ഞ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ. ഇത് ഭൂപടം വെച്ച് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മറക്കൂ. കാഞ്ചൻജംഗ സിക്കിമിലാണെന്നുള്ള കാര്യം കാണാപ്പാടായിരുന്നു ഉരുവിടണോ? വേണോടെ? മറക്കത്തില്ല. ആ രീതിയിൽ പഠിച്ച ഒരു സിക്കിമും മറക്കത്തില്ല, കാഞ്ചൻജംഗ മറക്ക. സിക്കിമിന്റെ പെണ്ണാണ് കാഞ്ചൻജംഗ എന്ന് ആലോചിച്ചാൽ മറക്കത്തില്ല, ജീവിതത്തിൽ മറക്കത്തില്ല. സിക്കിമിനകത്ത് കാഞ്ചൻജംഗ ഇങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞോടെ? ഇത് നിങ്ങളെ ഈ ഭൂപടം ഇല്ലാതെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന ദിവസം കാണും, പിന്നെ മനസ്സിലുണ്ടാകത്തേ ഇല്ല അത്. അപ്പം രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗ. അത് പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? 8848 മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് ആണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് എവിടെയല്ല? ഇന്ത്യയിലല്ല, ഇവിടെ നേപ്പാളിലും കൂടെ ചേർന്നാണ് കിടക്കുന്നത്. നേപ്പാൾ, ഞാനിപ്പോ വരച്ച പടം ആകെ വൃത്തികേടായിപ്പോയി. വരച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നല്ലൊരു പടം വരയ്ക്കാം നമുക്ക്, സമയം കിട്ടുവാണെങ്കിൽ. ഓക്കെ, ഞാൻ എന്തോ പറയാനായിട്ടാണ് വന്നത്. മൗണ്ട് എവറസ്റ്റ് അത് നേപ്പാളിലാണ്, 8848. രണ്ടാം നമ്മൾ പറഞ്ഞു പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ അല്ലെ? കാഞ്ചൻജംഗ അത് ഏത് സംസ്ഥാനത്താണ്? അത് സിക്കിമിലാണ് അല്ലേ? അപ്പൊ സിക്കിമിൽ കാണപ്പെടുന്ന കാഞ്ചൻജംഗയാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി എന്ന് പറയുന്നത്. ഇനി ഈ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കും. അപ്പൊ കാഞ്ചൻജംഗ നമ്മൾ പഠിക്കും. 8848 എവറസ്റ്റ്. 848 നിന്ന് ഒരു 300 കുറയുമ്പോഴത്തേക്ക് ഏകദേശം 300, 8598 കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. കാഞ്ചൻജംഗ. ഓക്കെ, 8848 എവറസ്റ്റ്. ഇവിടെ ഇതിനേക്കാളും കുറച്ചുകൂടി ഉയരം കുറഞ്ഞ ഒരാളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നേരെ മുകളിലേക്ക് ഇവിടെ കാഞ്ചൻജംഗ കിടക്കുന്നു, താഴെ കാഞ്ചൻജംഗ കിടക്കുന്നു. ഇവിടെയാണ് കാഞ്ചൻജംഗ. ഇവിടെ നമ്മുടെ നേപ്പാളിനോട് ചേർന്ന് നമ്മുടെ എവറസ്റ്റ്. അതിന്റെ തൊട്ട് ഈ സൈഡിലായിട്ട് നമ്മുടെ ഉത്തരാഖണ്ഡ് കിടക്കുന്നു. ഇവിടെ ഒരു കൊടുമുടി ഉണ്ട് ഉത്തരാഖണ്ഡിൽ, ഒരാൾ നിൽപ്പുണ്ട്. അതിന്റെ പേരെന്താണ്? ഉത്തരാഖണ്ഡിൽ ഒരു ദേവിയുണ്ട്. അവരുടെ പേരാണെന്ത് പേര്? നന്ദാദേവി. അപ്പൊ അതിന്റെ ചോദ്യം എന്താണ്? അത് ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. അതായത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ഒന്നാമത്തത് എവിടാ? സിക്കിമിന്റെ ഭാര്യ അല്ലേ? കാമുകൻ ആര്? കാഞ്ചൻജംഗ. പിന്നെ നന്ദാദേവിയിലേക്ക് പോയി. നന്ദാദേവി എന്ന് പറയുമ്പോൾ 7817 കിലോമീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. സോറി, കിലോമീറ്റർ അല്ല, മീറ്റർ. ഓക്കെ,
ഓക്കെ. പിന്നെ ഈ ഞാൻ എഴുതുന്ന യൂണിറ്റുകളിൽ ചെറിയ വ്യത്യാസങ്ങളുടെ SCRT NCRT എന്നൊക്കെ വ്യത്യാസം വരും. അത് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. കാരണം കാഞ്ചൻജംഗയുടെ ഞാൻ 8500 എത്ര പറഞ്ഞേ, എത്ര താഴെ എഴുതിയത്, 98 98 നിങ്ങളിപ്പോ SCRTയോ ഒക്കെ വായിക്കുകയാണെങ്കിൽ 8586 അതിൽ കിടക്കുന്നത്. നമ്മളെ ഇത് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇന്ത്യയുടെ മാപ്പ് സൈറ്റിൽ ഒഫീഷ്യൽ 1998 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത്, അതായത് ഇപ്പൊ ഇവിടെ നമ്മളാകെ 3 സംസ്ഥാനങ്ങളെ നമ്മൾ കണക്ട് ചെയ്തോളൂ. ഏതാണ്? സിക്കിം, 2 സംസ്ഥാനങ്ങളെ, സിക്കിം ആൻഡ് ഉത്തരാഖണ്ഡ് ഇല്ലേ? സിക്കിം ഉത്തരാഖണ്ഡ് 2 സംസ്ഥാനങ്ങൾ അവിടെ വന്നോളൂ. ഇനി അതിന്റെ തൊട്ട് ഈ ഹിമാദ്രിക്ക് തൊട്ട് താഴെയുള്ളതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഹിമാചൽ, ഓക്കെ. അതായത് ഹിമാദ്രിയുടെ ഈസ്റ്റേൺ റീജിയൻ, അത് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഹിമാദ്രിയുടെ ഈസ്റ്റേൺ റീജിയൻ, കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. അതായത് ഹിമാദ്രിയുടെ കിഴക്ക് ഭാഗത്ത് വേറെ നല്ലൊരു പടം വരയ്ക്കാം. പോട്ടെ, പലൊരു പടമല്ല, പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ പറയുകയാണ്. അതായത് ഏറ്റവും ടോപ്പ് ഭാഗം ഇന്ത്യയുടെ ഈ ഒരു ഭാഗം, ഇതിങ്ങനെ പോയിട്ട് ഇവിടെയാണ് 7 സിസ്റ്റേഴ്സ് ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ സിക്കിം ഉണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മുടെ നന്ദാദേവി നിന്നത്. ഈ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരൊക്കെ വരുന്ന പ്രദേശം ഇല്ലടെ? അല്ലയോ? ഇവിടെയാണ് ഇങ്ങനെ ആര് കിടക്കുന്നത്? ഹിമാലയം കിടക്കുന്നത്. അതിൽ ഇവിടെയാണ് നമ്മുടെ നേപ്പാൾ കിടക്കുന്നത്. ഈ നേപ്പാളിനോട് ചേർന്ന് തന്നെ ആര് കിടക്കുന്നുണ്ട്? ഇവിടെ ആരുണ്ട്? ചൈനയുണ്ട്. ഇവിടെ ഈ നേപ്പാളിന്റെ അടിയിലാണ് ഞാനിപ്പോ പറഞ്ഞ ആര് കിടക്കുന്നത്? ദലൈലാമയുടെ പ്രദേശമായിരുന്ന ആര്? തിബറ്റ് അല്ലേ? തിബറ്റ്. ഇവിടെ അഫ്ഗാനിസ്ഥാൻ, ഇവിടെ പാകിസ്ഥാൻ അല്ലേ? അല്ലയോ? ഈ ഐഡിയ ഒക്കെ ഉണ്ടല്ലോ. അവർ ഐഡിയ വേണം. ഐഡിയ ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവിടെ നിന്ന് എഴുതാന്നേ. ഓക്കെ. അപ്പൊ നമ്മള് കാഞ്ചൻജംഗയും കണ്ടു, നന്ദാദേവിയും കണ്ടു. അപ്പൊ അപ്പം ഹിമാദ്രിയാണ്. ഈ ഭാഗങ്ങളൊക്കെ ഹിമാദ്രിയാണ്. ഓക്കെ. ഇനി കുറച്ചുകൂടി അതിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം എത്തും. കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരും. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു സംസ്ഥാനം കിടപ്പുണ്ട്. ഏതാണ്? ഹിമാചൽ ഇല്ലേ? അതിന്റെ ഹിമാചൽ പ്രദേശ് അങ്ങനെയല്ലേ സംസ്ഥാനത്തിന്റെ പേര് അല്ലേ? ഓക്കെ. ഹിമാചൽ പ്രദേശ്. അതിനെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കാശ്മീർ, ഇവിടെ നമ്മുടെ കാശ്മീരും കിടപ്പുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ കാശ്മീരും കിടപ്പുണ്ട്. ഓക്കെ. അപ്പം പ്രധാനമായിട്ടും അതിന്റെ ടോപ്പിൽ ഏറ്റവും കിഴക്ക് ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത്, അതായത് ഹിമാചൽ പ്രദേശ് ഈ ഭാഗത്തായിട്ടാണ് ആര് കിടക്കുന്നത്? ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഹിമാദ്രി എന്ന് പറയുന്ന ഹിമാചൽ എന്ന് പറയുന്ന ഭാഗം. ഏകദേശം 3000 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് താഴ്വരകള്, അതായത് പീർപാഞ്ചല്, ദൗലാധാർ, മഹാഭാരത പർവ്വനിരകള്, കുളു താഴ്വര, കാംഗ്ര വാലി, കുളു വാലി, കാശ്മീർ വാലി, കാംഗ്ര വാലി എന്ന് പറഞ്ഞാൽ ഹിമാചലില്, മണാലി ഹിമാലയിൽ തന്നെയാണ്. പിന്നെ ലഹുള്, സ്പിതി, ഇതെല്ലാം ഹിമാലയ പ്രദേശിലാണ് ഈ ഒരു പ്രദേശങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ, അതായത് ഏറ്റവും തെക്കായിട്ട് വരുന്ന ഏറ്റവും ഉയരം കുറഞ്ഞൊരു ഭാഗമുണ്ട്. അതാണ് ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ശിവാലിക് എന്ന് പറയുന്നത്. ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാന്റെ പ്രദേശവുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, നമ്മുടെ ഡൂണുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ, നമ്മുടെ ഡെറാഡൂണും കോർലി ഡൂണും പാറ്റ്ലി ഡൂണും ഒക്കെ കാണപ്പെടുന്ന പ്രദേശങ്ങൾ. പിന്നെ അവിടെ വരുന്ന ഒരുപാട് ചുരങ്ങൾ, ഇപ്പൊ സോജില, ബനിഹാള്, ഗാർഡുല, ഷിപ്കില, റോഹ്താങ്, ബാരാലച്ച, നാദുല, ബോഡില, ദിഹാങ്, അങ്ങനെയുള്ള കുറെ ചുരങ്ങളുണ്ട് അവിടെയുള്ള. അത് പിന്നെ ട്രാൻസ് ഹിമാലയത്തിലേക്ക് പോകും, പൂർവാഞ്ചലിലേക്ക് പോകും, പിന്നെ ഉത്തരമഹാസമതലത്തിലേക്ക് പോകും. ഉത്തരമഹാസമുദ്രത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യയുടെ അകത്തേക്ക് കയറും, ഇങ്ങോട്ടേക്ക് കയറും അല്ലേ? എവിടേക്കാണ്? ഇവിടെ ഈ ഭാഗത്തേക്ക് വരും.
ഉത്തരമഹാസമതലം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാഗത്തേക്ക് വരും. ഈ ഭാഗത്തേക്ക് വരും എന്ന് വെച്ചാൽ രാജസ്ഥാന്, മുകളിലുള്ള പഞ്ചാബ്, രാജസ്ഥാന്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ഈ അറ്റത്തുള്ള ഇവിടെ കിടക്കുന്ന വലിയ സംസ്ഥാനം ഉണ്ടാരാണ്? ബംഗാള്, പശ്ചിമ ബംഗാള്, ഈ ഭാഗങ്ങളിലേക്ക് വരും. ഇത്ര ഇങ്ങനെ കറങ്ങി വരും. ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു പ്രദേശമാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. അപ്പൊ അറിയണം, അതപ്പം കാണാപ്പാടം പഠിക്കരുത്. ഇവിടെ പഞ്ചാബിൽ നിന്ന് തുടങ്ങി രാജസ്ഥാനിൽ കയറി ഹരിയാനയിൽ വന്ന് ഉത്തർപ്രദേശിൽ വന്ന് ബീഹാറിൽ വന്ന് നേരെ പശ്ചിമ ബംഗാൾ, ഇത്രയും ഭാഗമാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പഠിക്കുമ്പോഴും നമുക്കറിയാം അതിലൂടെ, അതായത് പഞ്ചാബ് പഠിക്കുമ്പോഴും രാജസ്ഥാൻ പറയുമ്പോഴും ഹരിയാന പറയുമ്പോഴും യു പി പറയുമ്പോഴും ബീഹാർ പറയുമ്പോഴും ഈ സംസ്ഥാനങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന നദികളുണ്ട്. സിന്ധു ഉണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, അവയുടെ ഇഷ്ടംപോലെ പോഷക നദികളുണ്ട്. ഈ നദികൾ ഇറങ്ങി കയറുന്ന ഈ പ്രദേശങ്ങളാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. കാരണം ഈ നദികൾ ഇറങ്ങി കയറുന്നതുകൊണ്ട് തന്നെ ധാരാളം നദികൾ, അതായത് സിന്ധു, ഗംഗയും ബ്രഹ്മപുത്രയും അവരുടെ പോഷക നദികൾ ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് തന്നെ നദികൾ ഒഴുകുമ്പോൾ ഈ പ്രദേശത്ത് എന്തുണ്ടാവും? ധാരാളമായിട്ട് എന്തുണ്ടാവും? ഇവിടെ എന്തുണ്ടാവും? എക്കൽ അല്ലേ? ധാരാളം നല്ല സൂപ്പർ മണ്ണായിരിക്കും. മണ്ണായിരിക്കും. അപ്പൊ നല്ല മണ്ണായതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ഇന്ത്യയിലെ മിക്ക കൃഷികൾ അവിടെ ആയിരിക്കും. ഗോതമ്പും ചോളവും നെല്ലും കരിമ്പും പരുത്തിയും പയർവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന അവിടെ ആയിരിക്കും. കാരണം പഞ്ചാബ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇല്ലടെ ഗോതമ്പും ചോളവും കരിമ്പൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഉത്തരമഹാസമുദ്രത്തില് രാജസ്ഥാനിലെ വരുമ്പോൾ മാത്രം ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? എന്താണ്? അവിടെ ഈ സാധാരണ ഈ എക്കൽ മണ്ണല്ല, അവിടെ ഈ മരുഭൂ പ്രദേശമാണല്ലോ. മരുഭൂ പ്രദേശത്തുള്ള മണ്ണാണ്. അതായത് ജലാംശം കുറഞ്ഞ, ഉപ്പിന്റെ അംശം കൂടിയ മണ്ണാണ്. ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണായിരിക്കും. അതുകൊണ്ട് ആ പ്രദേശത്ത് ഈ സാധനമൊന്നും കാണത്തില്ല. അതിന് പകരം മറ്റേ മുൾച്ചെടികൾ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അവിടെ താഴെ ഇങ്ങോട്ട് വരുമ്പോൾ, ബംഗാളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായ അടിപൊളിയായിട്ടുള്ള ഡെൽറ്റയൊക്കെ രൂപപ്പെടുന്ന സ്ഥലമാണല്ലേ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. എന്താണ് കേട്ടില്ല. സുന്ദർബൻസ്. അപ്പം ഇത് കാണാപ്പാടം പഠിക്കാതെ ജിയോഗ്രഫി പഠിക്കുമ്പോൾ ഒരു ഭൂപടം എടുത്തു വെച്ചിട്ട് നോക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് അവിടെ പിന്നെ ഒന്നുമില്ല പഠിക്കാൻ. കാണാപ്പാടം ഒന്നുമില്ല. ഒരു 2 ദിവസത്തെ പാടേ ഉള്ളൂ. എല്ലാം കിട്ടിക്കോളും. അവിടെയുള്ള ഡോംബിനെ കുറിച്ചും ബാബറിനെ പറ്റിയും ടെറായിയെ പറ്റിയും ഗാദറിനെ പറ്റിയും ബംഗറിനെ പറ്റിയും ഒക്കെ കിട്ടും. പിന്നെ അവിടെ താഴെ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ആ കാര്യങ്ങൾ, അതായത് സെൻട്രൽ ഹൈറ്റ്ലാൻഡ്സിനെ പറ്റിയും ഡെക്കാൻ പ്ലേറ്റുവിനെ പറ്റിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അവിടെ കിട്ടിക്കോളും. അതായത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് താഴേക്ക് വരും. നമ്മുടെ ഇവിടെ നടുക്കുന്ന് തുടങ്ങും മധ്യപ്രദേശ് അതിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ജാർഖണ്ഡ് വരും, ഛത്തീസ്ഗഡ് വരും. പിന്നെ അതിന്റെ താഴെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ കർണാടക വരും. കർണാടക നേരെ കയറി കർണാടക തൊട്ടിപ്പോൾ ഒഡീഷയുണ്ട്, ഒഡീഷ വരും. ആന്ധ്രാപ്രദേശ് വരും. പശ്ചിമ ബംഗാളിന്റെ കുറച്ച് ഏരിയാസ് വരും. ഇത്ര ഏരിയസ് ആണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഗോദാവരിയും കൃഷ്ണയും നർമ്മദയും മഹാനദിയും കാവേരിയും താപ്തിയൊക്കെ ഒഴുകുന്ന പ്രദേശങ്ങൾ അല്ലയോ? ആണോ? അപ്പൊ ഇത് കാണാപ്പാടം പഠിക്കുന്ന കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേ അവിടെ ഒന്നും ഉണ്ടാവത്തില്ല. താപ്തി ഉണ്ടാവത്തില്ല, മഹാനദി ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ജിയോഗ്രഫി പഠിക്കുക. ദാറ്റ് ഈസ് ജിയോഗ്രഫി. അങ്ങനെയാണ് ജിയോഗ്രഫി പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള് ഞാൻ ഇന്ന് പഠിപ്പിച്ചതല്ല, നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നതാണ്. അത് നിങ്ങൾക്ക് ആക്ച്വലി കെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതേ വട്ടായി പോയോ? ഇല്ലല്ലോ. ഇല്ല. ഞാൻ പരമാവധി ഞാൻ തന്നെ എടുക്കാം. എന്ത് പറ്റി? വേറെ സാറും ഉണ്ട്, മറ്റേ ബാച്ചിലർ സാറുണ്ട്. എന്താണ്? ഇവിടെ 1 മണിക്കൂർ പഠിക്കാനേ ഉള്ളടേ ജിയോഗ്രഫി. പഠിച്ചു കഴിഞ്ഞാൽ ബേസ് ഉണ്ടെങ്കിൽ ഭൂപടം വെച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ പിന്നെ പറയും മഹാനദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, എവിടെ എത്തുന്നു, ഗോദാവരി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ഏതെല്ലാം സംസ്ഥാനങ്ങളുടെ കയറി എവിടെ എത്തുന്നു, അത് ഏത് ഡെൽറ്റ ഉണ്ടാക്കുന്നു. ഇതൊന്നും കാണാപ്പാടം വേണ്ട. ഒള്ളി ഈ ഭൂപടം വെച്ചിട്ട് 1 മണിക്കൂർ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് വാട്ട് ഈസ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ടാലന്റിന്റെ, ഞാനെ കുറ്റം പറയുന്നതല്ല, ഏതെങ്കിലും ഒരു ഗൈഡ് വായിച്ചിട്ട് റൂം അടച്ചു കയറിയിരുന്ന് ഇങ്ങനെ ഉരുവിടും മന്ത്രം പോലെ. ഉരുവിടുന്ന സമയത്ത് കാണും, പിന്നെ ഒരു ഐഡിയയും കാണത്തില്ല. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പശ്ചിമഘട്ട ഏതെന്ന്, ഥാർ മരുഭൂമി ഏതെന്നോ, ഡെക്കാൻ പീഠഭൂമി ഏതെന്നോ, വിന്ധ്യ സാത്പുര എവിടെ കിടക്കുന്നെന്നോ, പൂർവ്വഘട്ടം എവിടെ കിടക്കുന്നെന്നോ, കോറാമണ്ഡലം എവിടെ കിടക്കുന്നെന്നോ,
ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഉണ്ടാവൂടെ? നിങ്ങൾ ആ ഗൈഡിൽ വായിച്ച ക്വസ്റ്റ്യൻ അതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾ എഴുതത്തില്ല. എഴുതൂ? ഇല്ല, എഴുതത്തില്ല. അപ്പം എന്താണ്? അപ്പൊ അത് അങ്ങനെയാണ് ജിയോഗ്രഫി. വളരെ സിമ്പിൾ ആണ്. നമുക്ക് റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ചോദിക്കും. ഓക്കെ, ഇനി ഇന്ത്യ അത് കഴിഞ്ഞിട്ട് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഇന്ത്യ ഇൻക്ലൂഡിങ് ഫ്രീഡം മൂവ്മെന്റ്സ്. ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച്, ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്സിനെ കുറിച്ച്, അപ്പൊ അത് നിങ്ങളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പഠിക്കണമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. പക്ഷെ അത് നമ്മുടെ റെയിൽവേക്ക് എവിടെ നിന്നെല്ലാം അത് ചോദിക്കാം എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ഇപ്പം നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പ്രധാനമായിട്ടും 1757 ബാറ്റിൽ ഓഫ് പ്ലാസി മുതൽ 757 ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം വരും. 1761 ആകുമ്പോഴത്തേക്ക് പാനിപ്പട്ട് യുദ്ധമായി. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1750. ആരൊക്കെയായിരുന്നു? അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്ത സാമ്രാജ്യവും തമ്മിൽ അല്ലേ? ആണോ? അല്ല, ആണോ? ബാബറും ഇബ്രാഹിം. അപ്പൊ ഈ 1761 ഡേറ്റ് എഴുതിയതാ ഞാൻ. അത് എത്രാമത്തെ പാനിപ്പെട്ട? 3. ഒന്നാം പാനിപ്പെട്ട് എന്ന് പറയുന്നത് 1526. 1526 ഒന്നാം പാനിപ്പെട്ട് യുദ്ധം. ആരൊക്കെ തമ്മില്? ഇബ്രാഹിം ലോധയും ബാബറും തമ്മിലാണ് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം. രണ്ടാം പാനിപ്പെട്ട് യുദ്ധം 1556 ആരൊക്കെ തമ്മില്? അക്ബറും ഹെമുവും തമ്മിലാണ് രണ്ടാം പാനിപ്പെട്ട് യുദ്ധം. മൂന്നാം പാനിപ്പെട്ട് യുദ്ധമാണ് 1761 അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്ത സാമ്രാജ്യവും. അല്ലേ? ഇത് കറക്റ്റ് അറിയണമെങ്കിൽ ഇപ്പൊ ഹിന്ദി ഒരു ഫിലിം അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ കണ്ടില്ല. ഞാൻ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. ഒരു ഹിന്ദിയിൽ ഇപ്പൊ പുതിയൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് ഈ മറാത്ത സാമ്രാജ്യത്തെ കുറിച്ചുള്ള. അതായത് മറാത്ത ശിവജിയുടെ സഹോദരനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ഫിലിം. മീൻസ് ഭയങ്കര ഹിറ്റ് അടിച്ചിരിക്കുന്ന ഒരു ഫിലിം അല്ലേ? നിങ്ങൾ റീൽസിലൊക്കെ കണ്ടു കാണുമല്ലോ. ആരാണ് ആ പുതിയ നടൻ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഒരു പുതിയ എമർജിംഗ് സ്റ്റാർ ഉണ്ടല്ലോ ഹിന്ദിയിലൊക്കെ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയാമോ? ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ വന്നില്ലേ? ഇടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ട് ഹിന്ദി പാട്ടുള്ള ഒരു ഡാൻസ് ഒക്കെ ഉള്ള എന്തായിരുന്നു അയാളെ പേരും മറന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഓക്കെ, അപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം 761 ബാറ്റിൽ ഓഫ് പ്ലാസി. ഇനി 761 മൂന്നാമത്തെ പ്ലാസി യുദ്ധം, അബ്ദാലിയും മറാത്ത സാമ്രാജ്യവും. 61 കഴിഞ്ഞിട്ട് 61, 62, 63, 64. 1764 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബക്സാർ യുദ്ധം. അല്ലേ? ഇത് പഠിക്കും നമ്മള്. ബക്സാർ യുദ്ധം അറിഞ്ഞിരിക്കണം. ഹിസ്റ്ററി പഠിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാള്. ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് എന്ന് പറയുന്നത് 1764 ബക്സാർ യുദ്ധം. ആണോ? ആണ്. ഇതുമാണ് വേറൊരാളും ഉണ്ട്. ആര്? 2 യുദ്ധങ്ങളുണ്ട്. പ്ലാസി. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏത്? മനസ്സിലായില്ലേ? അത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി എവിടെയാണ്? പ്ലാസി വെസ്റ്റ് ബംഗാളിലാണ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം എന്ന് പറയുന്നത് 1757 പ്ലാസി യുദ്ധമാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് രണ്ടും രണ്ടാണ്. തരംതിരിച്ചു പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ പഠിക്കത്തില്ല. വെറുതെ ബക്സാറും പഠിക്കും, പ്ലാസിയും പഠിച്ചുകൊണ്ട് പോകും. ഡേറ്റ് പോലും പഠിക്കത്തില്ല. ചോദിക്കുമ്പോഴത്തേക്ക് ബക്സാർ ആണോ, പ്ലാസി ആണോ, അതോ പാനിപ്പട്ടാണോ, 1756 ആണോ, 1761 ആണോ, 57 ആണോ, 526 ആണോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് അവിടെ ഇരിക്കും. അപ്പൊ അടിത്തറയിട്ടത് ബക്സാർ, തുടക്കം കുറിച്ചത് പാനിപ്പട്ടാണ്. പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മില്? ബംഗാളിന്റെ ആദ്യകാല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ആയിരുന്നു.
കൊൽക്കത്ത, ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങുന്നത്. ഇല്ലേ ഇല്ലടേ? ആണോടെ? ആണോ? ആണ് ആണ്. അപ്പം ബ്രിട്ടീഷുകാര് ബംഗാളിലേക്ക് വന്ന് ഭരണം തുടങ്ങുമ്പോഴത്തേക്ക് അന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഗവർണർ ജനറൽ ആണ്. ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് അത് ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവർണർ ജനറൽ എന്നല്ല. കാരണം അവർ ബംഗാൾ കേന്ദ്രമായിക്കൊണ്ടാണ് ഭരണം ആരംഭിച്ചത്. കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ സുൽത്താനേറ്റ് ഭരണമൊക്കെ ഏകദേശം അവസാനിച്ച് അടികൂടി അക്രമം അല്ലേ വലിയ പ്രശ്നങ്ങളിലേക്ക് നടക്കുന്ന കാലഘട്ടത്താണ് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുന്നത്. അവർ വന്നിട്ട് ബംഗാളിലെ ഒരു കേന്ദ്രം ഉണ്ടാക്കുകയും ബംഗാളിൽ ഭരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ബംഗാളിൽ ആദ്യമായിട്ട് വരുന്ന ഗവർണർ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. റോബർട്ട് ക്ലൈവ്. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നല്ല പറയുന്നത്, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവ്. അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മളെ ബാബറിന്റെ സ്വഭാവമായിരുന്നു റോബർട്ട് ക്ലൈവിന്. മനസ്സിലായി? ബാബറിനെ അറിയത്തില്ലേ? ബാബർ ബാർബർ അല്ല, ബാബർ. അപ്പൊ ബാബർ, അതുകൊണ്ട് നമ്മൾ പറയും ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹമാണ് ബംഗാളില് ദ്വിഭരണം നടപ്പിലാക്കിയ ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം. അതായത് ഈ തങ്ങളടിപ്പിക്കാൻ വേണ്ടി, കാരണം നാട്ടുരാജ്യങ്ങളാണ്. കാരണം അന്ന് ആ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാട്ടുരാജ്യങ്ങളിലെ നവാബുമാരാണ്. ആ നവാബുമാരുടെ ഇടയിൽ ചെന്നിട്ട് റോബർട്ട് ക്ലൈവ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിനെ കൊണ്ടുവന്നു. അതായത് നവാബ് പ്ലസ് ഗവർണർ. അതായത് നിങ്ങൾ ഭരിച്ചോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഞാനും ഉണ്ട്, നിങ്ങളുടെ മുകളിൽ ഞാനുണ്ട്, ഗവർണർ ഉണ്ട്. നിങ്ങൾ നികുതി പിരിക്കുക, അപ്പൊ നികുതി പിരിച്ചാൽ മാത്രം മതി. അതായത് ഭരണം ഞാൻ നടത്തിക്കോളാം. നവാബിന്റെ ജോലി എന്ത് മാത്രമേ ഉള്ളൂ? പാവപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യുക? നികുതി പിരിക്കുക. പാവപ്പെട്ട ആൾക്കാരെ നികുതി പിരിക്കുക. ആ നികുതി പിരിച്ച് ഇയാൾക്ക് കൊണ്ട് കൊടുക്കുക. അയാള് റോബർട്ട് ക്ലൈവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ലതും തരും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നവാബിന് എന്ത് കിട്ടിയാൽ മതി? കാശ് കിട്ടിയാൽ മതിയല്ലോ. നവാബായിട്ടിരുന്നാൽ മതി. ദാറ്റ് ഈസ്, ഈ സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ്. അത് ബാബറും അതേപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ബാബറിന്റെ അതേ സ്വഭാവം ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തോ പറയാനാണ് റോബർട്ട് ക്ലൈവിലേക്ക് വന്നത്. എന്ത് പറയാനാ റോബർട്ട് ക്ലൈവിലേക്ക് വന്നു? അല്ല, എന്ത് പറയാനാ ഞാൻ റോബർട്ട് ക്ലൈവിലേക്ക് വന്നത്? നമ്മൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നത് തുടക്കത്തില്? അല്ല പ്ലാസി യുദ്ധത്തിൽ പറഞ്ഞുകൊണ്ട് വന്നത് അല്ലേ? പ്ലാസി യുദ്ധം, അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച പ്ലാസി യുദ്ധം 1757 നടക്കുമ്പോഴത്തേക്ക് ആരൊക്കെ തമ്മിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലെ അന്ന് ഭരിക്കുന്ന റോബർട്ട് ക്ലൈവ്, അന്ന് ബംഗാളിലെ ഒരു നവാബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സിറാജുദ് ദൗള. ആ സിറാജുദ് ദൗള ഈ നമ്മുടെ റോബർട്ട് ക്ലൈവ് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. നികുതി പിരിക്കുന്നുണ്ട്, ഗവർണറിന് കൊടുക്കുന്നില്ല. നീ പോടാ, ഞാൻ പിരിക്കുന്നത് ഞാൻ എടുക്കും, നിനക്ക് തരാൻ സൗകര്യമില്ല, എന്ത് ചെയ്യും എന്ന് ആരോട് ചോദിച്ചു? റോബർട്ട് ക്ലൈവിനോട് ചോദിച്ചു. റോബർട്ട് ക്ലൈവ്, നീ അത്രയ്ക്കായിപ്പോയാ, നീ എന്റെ മുകളിൽ കയറാനായിപ്പോയാന്ന് നവാബിനോട്, സിറാജുദ് ദൗളയോട് ആര് ചോദിച്ചു? റോബർട്ട് ക്ലൈവ് ചോദിച്ചു. അങ്ങനെയാണ് രണ്ടുപേരും കൂടെ തമ്മിൽ അടി ഉണ്ടാകുന്നത്. ആ അടി കൂടിയ യുദ്ധമാണ് എന്ന് പറയുന്നത് പ്ലാസി. ഇപ്പൊ പ്ലാസി പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ പ്ലാസി പഠിച്ചു. അതിന്റെ കൂടെ നിങ്ങൾ ബംഗാളിലെ ആദ്യ ഗവർണർ പഠിച്ചു. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ആരെന്ന് പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ഈ ബാബറും അക്ബറും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ട്. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ റോബർട്ട് ക്ലൈവ്. എന്നാൽ അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന റോബർട്ട് ക്ലൈവ് അല്ല, അത് വെല്ലസ്ലി പ്രഭുവാണ്. നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥയൊക്കെ നടപ്പിലാക്കിയ വെല്ലസ്ലി അറിയാമോ? വെല്ലസ്ലി പ്രഭു, നമ്മുടെ വെല്ലസ്ലി വൈസ്രോയി അല്ലേ? അതേ എന്താണ് സ്വയം ബംഗാൾ ടൈഗർ എന്നൊക്കെ വിശേഷിപ്പിച്ച സബ്സിഡിയറി അലയൻസ് 1798 സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ, ഈ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോഴത്തേക്ക് പേടിച്ച് ആദ്യം നിന്ന് മൂത്രമൊഴിച്ചിട്ട് ഡ്രസ്സിലൂടെയൊക്കെ മൂത്രമൊഴിച്ച് പമ്മി പോയിട്ട് ആദ്യം ഒപ്പിട്ടൊരു വ്യക്തിയുണ്ട്. ഹൈദരാബാദിലെ ഒരു സിംഹം ഉണ്ടായിരുന്നു, ഹൈദരാബാദിലെ നൈസാം, കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് അതിൽ പോയി ഒപ്പിട്ടത് ആദ്യം. ഇദ്ദേഹമല്ലേ 1805 നമ്മുടെ വയനാട്ടിൽ വെച്ച് നടന്ന പഴശ്ശിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പഴശ്ശി കലാപത്തിൽ വന്നത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 1805 ഓർമ്മയില്ലേ വെല്ലസ്ലിനെ?
ഡേ വെല്ലസ്ലി ഇല്ലടേ, പഴശ്ശി കലാപം ഓർമ്മയില്ലേ? ഇല്ലടേ, ഇല്ലടേ. ഡേ മൈസൂർ യുദ്ധത്തിൽ പങ്കെടുത്ത വെല്ലസ്ലി ഇല്ലടേ. 1799 മൈസൂർ യുദ്ധത്തിൽ നമ്മൾ ടിപ്പുവിനെ അടിച്ച് മൈതാനമാക്കിയ ആൾ ആരുടെ? വെല്ലസ്ലി അല്ലയുടെ? അല്ലേ? അല്ലേ? അല്ലയോടെ? അല്ലേ? അല്ലേ? ആ വെല്ലസ്ലി പഴശ്ശി കലാപത്തിലുണ്ടായിരുന്ന ടിപ്പുവിനെ കൊന്ന ആ വെല്ലസ്ലി, അദ്ദേഹത്തിനെയാണ്, അല്ലെങ്കിൽ സ്വയം ബംഗാൾ, ഞാനാണ് ബംഗാളിന്റെ കടുവ എന്നൊക്കെ വിശേഷിപ്പിച്ച, അല്ലേ? നമ്മൾ ക്രിക്കറ്റിൽ ബംഗാളിന്റെ കടുവ ആരെ കുറിച്ച് പറയും? ക്രിക്കറ്റിലാണെങ്കിൽ ആരാണ് ബംഗാളിന്റെ കടുവ? സൗരവ് ഗാംഗുലി. അതുപോലെ ബംഗാളിന്റെ കടുവ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ വെല്ലസ്ലി ആണ്. അപ്പൊ വെല്ലസ്ലിയെ കുറിച്ച് 805 ആലോചിക്കാം. 805 ആലോചിക്കുമ്പോൾ നമ്മുടെ പഴശ്ശി കലാപം. 99 ടിപ്പു 4ാം മൈസൂർ യുദ്ധം. 799 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പുവിനെ അടിച്ച് പഞ്ചറായി കളഞ്ഞ് ടിപ്പു കൊന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ഷൻസ് വേണം പഠിക്കുമ്പോഴത്തേക്ക്. ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ആര്? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ആര്? വെല്ലസ്ലി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബും ഉണ്ട്. ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ്? ആരാണ്? 1909 എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരണം എന്താണ്? 1909 എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലേക്ക് വരേണ്ട എന്താണ്? സോറി, 9 അല്ല, 5. 1905 ഒക്ടോബർ മാസം 16 എന്ന് പറയുമ്പോൾ എന്തോ ഓർമ്മ വരണം? പാർട്ടീഷൻ ഓഫ് ബംഗാള്. പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരാണ് ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി എന്നറിയപ്പെടുന്നത്? കട്സൺ പ്രഭു. കട്സൺ പ്രഭുവാണ്. നമുക്കറിയാം, നിങ്ങൾ സൈക്കോളജി പഠിക്കും തോമസ് റൈലി കമ്മീഷൻ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന തോമസ് റൈലി കമ്മീഷൻ. 1902 വന്ന തോമസ് റൈലി കമ്മീഷൻ 1902 യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തോമസ് റൈലി കമ്മീഷൻ എന്ന് പറയുന്ന ആ കമ്മീഷൻ കൊണ്ടുവന്ന ആരാണ്? കട്സൺ പ്രഭുവാണ്. 92 യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തോമസ് റൈലി കമ്മീഷൻ കൊണ്ടുവരുന്നു. അതിനുശേഷം 2 വർഷം കഴിയുമ്പോൾ 904 അദ്ദേഹം എന്ത് കൊണ്ടുവരുന്നു? ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്. ആ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബംഗാളിൽ യൂണിവേഴ്സിറ്റി പണിയുന്നത്. അതുകൊണ്ടാണ് ബംഗാളിലെല്ലാം ആദ്യം വരുന്നത്. നമ്മൾ പലതും പഠിക്കത്തില്ലേ, എല്ലാം ആദ്യം രൂപപ്പെടുന്നത്, വന്നതെല്ലാം എവിടെയാണ്? ബംഗാള്. പിന്നെന്തിനാ ഈ ബംഗാളികൾ കേരളത്തിലോട്ട് നമ്മൾ പലതും ചിന്തിച്ചിട്ടില്ലേ? ഇല്ലയോ? എന്തുകൊണ്ടാണ് എല്ലാം ബംഗാളിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവിടെയാണ് അവർ ഭരണം നടത്തിയത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എല്ലാം ബംഗാളിലേക്ക് വന്നത്. കേട്ടോ? ഓക്കെ എന്തോ പറഞ്ഞോണ്ട് വന്നേ? എന്ത് കഥയെ പറഞ്ഞോണ്ട് വന്നേ? ആരെക്കുറിച്ച് പറഞ്ഞോണ്ട് വന്നേ? കട്സൺ അല്ലേ? 1909 അല്ലേ? അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കട്സൺ പ്രഭുവാണ്. അപ്പൊ കട്സൺ പ്രഭുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അതായത് എന്തുകൊണ്ടാണ് കട്സൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ ഈ ഔറംഗസീബും മറാത്ത ശിവജിയുടെ സഹോദരനും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പൊ ഇറങ്ങിയ സിനിമ. ഔറംഗസീബിന് ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ നയം തന്നെയായിരുന്നു ഔറംഗസീബിനും. മതത്തിന്റെ പേരിൽ ആൾക്കാരെ എന്ത് ചെയ്യുക? വേർതിരിക്കുക. അതായിരുന്നു ഔറംഗസീബിന്. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്പർദ്ധ ഉണ്ടാക്കുക എന്നായിരുന്നു ഔറംഗസീബിന്റെ. അതേ ഹിന്ദുക്കളെ എന്നൊരു പ്രത്യേക നികുതി, മുസ്ലിങ്ങൾ എന്ന വേറൊരു നികുതി, അങ്ങനെ തമ്മിൽ അടി ഉണ്ടാക്കുക. അതായിരുന്നു ഔറംഗസീബിന്റെ സ്വഭാവം. അതേ സ്വഭാവമായിരുന്നു കട്സനും. അതുകൊണ്ടാണ് കട്സൻ 1905 എന്ത് വിഭജിക്കുന്നത്? ബംഗാളിനെ വിഭജിക്കുന്നത്. മനസ്സിലായല്ലേ? അതായത് ആകെ നമ്മുടെ വൈസ്രോയി ഗവർണർ ജനറൽ എന്നുള്ള ഒരു പദവിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആകെ രാജിവെച്ച ഒരേ ഒരു വൈസ്രോയി കട്സനാണ്. അത് ഈ സംഭവമല്ല, അത് നമ്മൾ കട്സൺ കിച്ചണർ കോൺട്രവേഴ്സി എന്നൊക്കെ പറയും. കിച്ചണർ, അതായത് ഇദ്ദേഹത്തിന്റെ ഒരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ടായിരുന്നു കിച്ചണർ എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു ഈഗോ കാരണമാണ് അദ്ദേഹം രാജിവെക്കുന്നത്. നിങ്ങൾക്കറിയാം, കട്സനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേരളവുമായിട്ട് റിലേറ്റഡ് പഠിക്കുന്നതിലെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ പഠിക്കത്തില്ലേ? കേരളത്തിന്റെ അന്നത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി എന്നറിയപ്പെടുന്നത് കട്സനാണ്. ഈ തിരുവിതാംകൂറിലേക്ക് കട്സൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സമയത്തല്ലേ 1900 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്? ആരാർക്ക് കൊടുക്കുന്നത്? പറയണേ. പൽപ്പു ഡോക്ടർ പൽപ്പു 1900 2ാം ഈഴവ മെമ്മോറിയൽ കട്സന് കൊടുക്കുന്നത്.
അങ്ങനെ കണക്ട് ചെയ്യണം. പക്ഷെ ഇദ്ദേഹം ആ പാർട്ടീഷൻ ചെയ്ത ബംഗാളിനെ അടുത്ത് വന്ന നമ്മുടെ ഹാർഡിഞ്ച് സെക്കൻഡ് 1911 എന്ത് ചെയ്തു? അത് തന്നെയാണ്, റദ്ദാക്കി, റെവോക്കേഷൻ ചെയ്തു, അല്ലെങ്കിൽ അനോൾമെന്റ് ചെയ്തു, റദ്ദാക്കി. അങ്ങനെ റദ്ദാക്കുന്ന സമയത്താണ് ഈ ഹാർഡിഞ്ച് സെക്കൻഡ് വരുന്ന സമയത്താണ് ബംഗാൾ വിഭജനം റദ്ദാക്കിക്കൊണ്ട് ഇനി ഈ കൊൽക്കത്തയിൽ നിന്ന് അധികം ശരിയാവത്തില്ല, സംസ്ഥാനം നേരെ പൊക്കി എങ്ങോട്ടേക്ക് വെക്കുന്നത്? 1911 ഡിസംബർ മാസം 12 അവരുടെ സംസ്ഥാനം, അവരുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് നേരത്തെ എങ്ങോട്ടേക്ക് മാറ്റി? ന്യൂഡൽഹിയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടേക്ക് മാറുന്നതേ? ന്യൂഡൽഹിയിലേക്ക് മാറുന്നത്. നമ്മുടെ സംസ്ഥാനം എവിടേക്ക് മാറുന്നത്? ന്യൂഡൽഹിയിലേക്ക് മാറുന്നത്. ഞാനിപ്പോ എവിടെ കൂടെയൊക്കെ കയറി പോകുന്നെന്ന് ചിന്തിച്ചോളണം. മനസ്സിലായോ? അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അല്ലാതെ ഒരിടത്തുനിന്ന് ഒരെണ്ണം പഠിച്ച് ഒരിടത്തുനിന്ന് മറ്റത് പഠിച്ച് അവിടെ നിന്ന് ഇത് പഠിച്ച് വരുമ്പോഴത്തേക്കും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ആരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാവത്തില്ല, എഴുതാനേ പറ്റത്തില്ല. പക്ഷെ അത് പഠിക്കുകയും വേണം. അത് നിങ്ങൾ നിരന്തരം റിപ്പീറ്റും ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളൊന്നും മറക്കത്തില്ല. ഇതിങ്ങനെ നിർഗളമായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒറ്റത്തവണ മതി. പക്ഷെ എന്നും അത് റിപ്പീറ്റ് ചെയ്യണം. എന്നുമല്ല, പറ്റുന്ന സമയത്തെല്ലാം നമ്മളത് റിവിഷൻ ചെയ്യുകയും വേണം. അപ്പം 1911 ഡിസംബർ 12 ന്യൂഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനം, ന്യൂഡൽഹി എന്ന് പറയുന്ന എവിടേക്ക് ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനം മാറ്റി. അപ്പം ആരുടെ കാലത്താണ് ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് മാറുന്നത്? ആരുടെ? ഹാർഡിഞ്ച് രണ്ടാമന്റെ. അങ്ങനെ 1911 ഡിസംബർ 12 ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് ഹാർഡിഞ്ച് സെക്കൻഡ് മാറ്റുന്നു. ആ 1911 ഡിസംബർ 12 തലസ്ഥാനമാക്കി ബംഗാളിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും തലസ്ഥാനം ന്യൂഡൽഹിയിലേക്ക് മാറ്റുകയും അത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1956 UT ആയിട്ട് മാറുന്നത്. UT എന്ന് വെച്ചാൽ യൂണിയൻ ടെറിട്ടറി. 1956 ഡൽഹിക്ക് യൂണിയൻ ടെറിട്ടറി എന്നുള്ള പദവി ലഭിക്കുന്നത്. അതിനുശേഷം 56 കഴിഞ്ഞിട്ട് 1992 ഡൽഹിക്ക് വേറൊരു പദവി NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നുള്ള പദവി 92 ലഭിക്കുന്നു. അത് കൊടുക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ 239 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇതൊരു അമെൻമെന്റ് ആയിരുന്നു. ഏത് അമെൻമെന്റ് ആണ്? അമെൻമെന്റ് 69ാമത്തെ അമെൻമെന്റ് പ്രകാരം, 69ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആക്ട് 1991 ഈ ആക്ട് വരുന്നത്. ഈ നിയമം പാസ്സാവുന്നത് 1991. ഭരണഘടനാ ഭേദഗതി 69ാമത്തെ ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 239 പ്രകാരമാണ് 1992 NCT എന്ന് പറയുന്ന പദവി ഡൽഹി ലഭിക്കുന്നത്. അപ്പം ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറയുന്ന പദവി ലഭിക്കുവാൻ കാരണമാകുന്ന ആക്ട് നിയമം 1991, ആ പദവി ലഭിക്കുന്നത് 92. പദവി ലഭിക്കുവാൻ കാരണമായ ഭരണഘടനാ വകുപ്പ് 239 അതൊരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു, 69ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇത്രയും കൂടെ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഭാഗം ക്ലിയർ ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. പഠിച്ചാടെ ഇതിന്റെ കൂട്ടത്തില് ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഒരു കാര്യം കൂടെ പഠിച്ചുകൊള്ളണം. ഇപ്പോൾ ഡൽഹിയിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ അവിടെ പുതിയ മന്ത്രിസഭ ഉണ്ടായി. അവിടുത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ ഗവർണർ ജനറൽ, അവിടുത്തെ ഇപ്പോഴത്തെ എന്ത് ഗവർണറാണ്? കേന്ദ്രഭരണ പ്രദേശത്ത് വരുന്ന ഗവർണറെ എന്തെന്ന് അറിയപ്പെടുന്നത്? ലെഫ്റ്റനന്റ് ഗവർണർ. അതിനെ കുറിച്ചൊക്കെ കറണ്ട് അഫയേഴ്സിനെ പഠിക്കുമ്പോഴത്തേക്ക് ആ കാര്യം കഴിഞ്ഞു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ല, പഠിക്കേണ്ട രീതി ഒന്ന് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിലായോ? ഇത്രയും കാര്യം പറഞ്ഞിട്ട് മനസ്സിലായാടെ? ഓക്കെ ആണോ? ഇങ്ങനെയാ പഠിക്കേണ്ടത്. ഞാനൊരു കുഞ്ഞു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ എവിടെയൊക്കെ പോയി? നമ്മള് ബാറ്റിൽ ഓഫ് പ്ലാസി പോയി, പാനിപ്പട്ട് പോയി, ബക്സാർ പോയി, ഗവർണർ ജനറലിൽ പോയി, കൊൽക്കത്തയിൽ പോയി, നവാബിൽ പോയി, സിറാജുദ്ദൗളയിൽ പോയി, അവിടെ നിന്ന് ഇറങ്ങി കട്സണിലെത്തി, ന്യൂഡൽഹിയിലെത്തി, ഇല്ലേ? ഇങ്ങനെ എത്തി. ഇപ്പോഴത്തെ പ്രസന്റ് ന്യൂഡൽഹി മന്ത്രിയെ വരെ എത്തിയില്ലേ? മതി, അത്രയൊക്കെ ചോദിക്കുള്ളൂ അവിടെ നിന്ന്. നമ്മൾ മനസ്സിലായ? ഞാനിപ്പോ പറഞ്ഞത് 2 ഡേറ്റ് ആയുള്ളൂ.
ഞാൻ ബക്സാർ വരെ പറഞ്ഞോളൂ. പിന്നെ 771 റെഗുലേറ്റിംഗ് ആക്ട്, 784 പിറ്റ്സിന്റെ ആക്ട്, 791 പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്, 798 സബ്സിഡി അലയൻസ്, 806 വെല്ലൂർ മ്യൂട്ടണി, 813 ഫസ്റ്റ് ചാർട്ടർ ആക്ട്, 829 പ്രൊവിഷൻ ഓഫ് സതി, 835 മെക്കാളെ മിനിറ്റ്സ്, 848 ദത്തവാശ നിലവിലെ നിയമം, 850 നമ്മുടെ ടെലഗ്രാഫിന്റെ കാര്യങ്ങള്, ഡൽഹൌസിയെ കുറിച്ച് പഠിക്കുന്ന അവിടെ, 859 നമ്മുടെ റെയിൽവേയുടെ കാര്യം, 853 ഡൽഹൌസി പ്രഭു ആദ്യമായിട്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഹിസ്റ്ററി അവിടെ പഠിക്കണം. പിന്നെ 854 വുഡ്സ് ഡെസ്പാച്ച്, 857 നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അത് ഇങ്ങോട്ടുള്ളത് 858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, 872 സെൻസസിനെ കുറിച്ച്, 78 വെർണാക്കുറൽ പ്രസ് ആക്ട് നാട്ടുഭാഷാ പത്ര നിയമം, 881 ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ്, 882 ഹണ്ടർ കമ്മീഷന്, 885 ഫൗണ്ടേഷൻ ഓഫ് INC കാര്യം പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 893 നമ്മുടെ വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ച്, ചിക്കാഗോ ആ കാര്യങ്ങൾ, 905 ബംഗാൾ പാർട്ടി ഞാൻ ഇപ്പൊ പറഞ്ഞു കട്സൻ പ്രഭു, 906 മുസ്ലിം ലീഗ്, 907 സൂററ്റ് പിളർപ്പ്, അത് സൂററ്റ് പിളർപ്പൊക്കെ നമുക്ക് INC പഠിക്കുമ്പോൾ കിട്ടും, എന്നാലും സെപ്പറേറ്റ് നോക്കണം. 909 മിന്റോ മോർലി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് എന്നറിയപ്പെടുന്ന ആക്ട് അല്ലെ, മിന്റോ മോർലി. 911 പാർട്ടീഷൻ ഓഫ് ബംഗാള്, 913 ഗദ്ദാർ പാർട്ടി, 915 നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം, 915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ ജനുവരി 9 നമ്മളെ പ്രവാസി ദിനം എന്ന് പറയുന്നത്. പിന്നെ 916 ലക്നൗ പാക്ട്, കോൺഗ്രസ് മുസ്ലിം തമ്മിലുള്ള ആ ഒരു ഒപ്പിടല്, 911 ചമ്പാരൻ സത്യാഗ്രഹ, അവിടെ വെച്ച് കുറെ കാര്യങ്ങൾ, 19 റൗലറ്റ് ആക്ട്, പിന്നെ 919 ഖിലാഫത്ത് മൂവ്മെന്റ്, 920 നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, 21 മലബാർ കലാപം മീൻസ് നമ്മൾ വാഗൺ രാജിന് വേണ്ടി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കണം. അത് തന്നെ 920 അത് തന്നെ. പിന്നെ 922 ചൗരി ചൗര, 923 സ്വരാജ് പാർട്ടി, 927 സൈമൺ കമ്മീഷൻ, 29 ലാഹോർ സമ്മേളനം, അതും ഇന്റർനാഷണൽ കോൺഗ്രസ് പഠിക്കാൻ കിട്ടും. 30 സാൾട്ട് സത്യാഗ്രഹ, പിന്നെ 1-ാം വട്ടമേശം, 2-ാം വട്ടമേശം, 3-ാം വട്ടമേശം, 39 ഗാന്ധി ഇർവിൻ സന്ധി, 32 പൂന പാക്ട്, 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 40 ഓഗസ്റ്റ് ഓഫർ, 45 എന്താണ് പട്ടാള കാര്യ വിചാരണ ഉണ്ടല്ലേ INA ട്രയൽ, അത് തന്നെയാണ് INA ട്രയൽ, 46 ക്യാബിനറ്റ് മിഷൻ, 47 മൗണ്ട് ബാറ്റൻ പ്ലാൻ. അതോടുകൂടിയാണ് ആ മൗണ്ട് ബാറ്റൻ പ്ലാനോടുകൂടി ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ആറ്റ്ലിയുടെ ഡിക്ലറേഷൻ ഒക്കെ വന്നിട്ട് ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ കാര്യം. അതുവരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഇന്ത്യൻ മനസ്സിലായി പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് ഭരണഘടന പഠിക്കണം. ഭരണഘടന നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. അതെന്തൊക്കെയാണ് ഭരണഘടന പഠിക്കുക എന്നുള്ളത് ഞാൻ പറയും. അതിന്റെ ആർട്ടിക്കിളും അമെൻഡ്മെന്റ്സും മറ്റുള്ള കാര്യങ്ങളും കമ്മീഷൻസും പിന്നെ അതിന്റെ പ്രിയാമ്പിളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പഠിക്കാറുണ്ട്. പിന്നെ ഇന്ത്യൻ എക്കണോമിക്സ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ എന്താണ് എൻവയോൺമെന്റിന്റെ മലയാളം എന്തുവാ പെട്ടെന്ന് പോയി, എന്തുവാ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോട്ടോ കോൺഫറൻസ് പോലുള്ള കാര്യങ്ങള്. പിന്നെ ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ നൂതനമായിട്ടുള്ള സാങ്കേതിക 3G 4G മറ്റേ കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം 3G ഒക്കെയാണ് ചോദിച്ചത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ പഠിക്കണം. അടുത്ത ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന കാര്യമാണ്. 6 to 10 വരെയുള്ള CBSE, ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ SCRT അറിഞ്ഞിരിക്കണം ഓരോ കാര്യങ്ങളും. അതൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്ന മക്കളെ. ഇത്രയും പഠിച്ചാൽ മതി. പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും, കുറച്ച് ബേസ് വേണം നിങ്ങൾക്ക്, എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്തായിരിക്കും ഓരോ കാര്യങ്ങളും പോകുന്നത്, ഓരോ കാര്യങ്ങളും. ഓക്കെ ആണോ? ഓക്കെ ആണോടെ? ഓക്കെ. അപ്പം ഇതിലൊന്നും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരോ മുമ്പ് പഠിച്ചിട്ട് ഒരുപാട് നാളായവർക്കോ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയി കാണും, വട്ടായി കാണും. അവര് വിഷമിക്കണ്ട. ഞാൻ നിങ്ങളെ വട്ടൊന്നും ആക്കത്തില്ല, കൺഫ്യൂഷൻ ആക്കത്തില്ല. പക്ഷെ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. അല്ലാതെ ഇത്തുപൂലം പറഞ്ഞ് 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അത് നിങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ്. ഇല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ എല്ലാവർക്കും അടുത്ത ദിവസം മുതൽ ടൈം ടേബിളുകൾ വരും. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ കയറുക. ആ ടൈം ടേബിളിൽ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് അത് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.